Hello students, welcome to Eduport. Focus area class physics അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ലോസ് ഓഫ് മോഷൻ എന്നുള്ളത് വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷേ അതിലാകെ ഇത്രയും ടോപ്പിക്കുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, +1 ബോർഡ് എക്സാമിന് പഠിച്ചാൽ മതി. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതേപോലെ കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഫ്രിക്ഷൻ, സർക്കുലർ മോഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം. അപ്പോൾ റെഡി അല്ലേ? തുടങ്ങാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, തേർഡ് ലോ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ എക്സാമിന് വേണ്ടി നമ്മളൊന്ന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ആകെ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ. മൊമെന്റം എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം. സോ സെക്കൻഡ് ലോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് അറിയണം. മൊമെന്റം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പൊ നമ്മളൊക്കെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസ് ഉണ്ട്. ഏതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാസ് ഉണ്ട്, അതിന്റെ കൂടെ എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്. സോ ഈ മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ കിട്ടുന്ന സാധനത്തിന്റെ പേരാണെന്ത്, ആ ക്വാണ്ടിറ്റിയുടെ പേരാണെന്ത്, മൊമെന്റം എന്ന് പറയുന്നത്. m ഇൻറ്റു വി. അപ്പോൾ വി വെലോസിറ്റി ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ മൊമെന്റവും എന്തായിരിക്കും, ഒരു വെക്ടർ ആയിരിക്കും അല്ലെ. മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ മൊമെന്റം എന്തായിരിക്കും, ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം മൊമെന്റത്തിനെ പറ്റി നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പോയിന്റ് എന്താണ്, അതെന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ എല്ലാ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനങ്ങളാണ് യൂണിറ്റും ഡയമെൻഷനും. അങ്ങനെയാണെങ്കിൽ ഇതാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഡയമെൻഷൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഡയമെൻഷൻ ഓഫ് മൊമെന്റം എന്താണ് വരിക, ഡയമെൻഷൻ ഓഫ് മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതേ ഓർഡറിൽ എഴുതിയാൽ മതി, m/L/T⁻⁻1. ഇതായിരിക്കും മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1-2 എക്സാമ്പിൾസ് പറയുന്നുണ്ട് മൊമെന്റത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫിസിക്കലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസിലൂടെ മൊമെന്റത്തിനെ മനസ്സിലാക്കാം. സപ്പോസ് എ ലൈറ്റ് വെയിറ്റ് വെഹിക്കിൾ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സൈക്കിൾ വിചാരിച്ചോ, സൈക്കിൾ ഓക്കെ, അല്ലെങ്കിൽ ചെറിയ കാറ്. ആൻഡ് ഹെവി വെയിറ്റ് വെഹിക്കിൾ, അതായത് ഒരു ട്രക്കും ഒരു കാറും നിങ്ങൾ ആലോചിച്ച് മനസ്സിൽ വിചാരിക്കുക. ഒരു ഹൊറിസോണ്ടൽ റോഡിൽ രണ്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രക്ക് ഉണ്ട്, ഒരു കാറുണ്ട്. ഏതിനായിരിക്കും നമുക്ക് തള്ളി നീക്കാൻ ബുദ്ധിമുട്ട്? ഈ ട്രക്കിനെയാണോ കാറിനെയാണോ? ഒബ്വിയസ്ലി ഏതാണ്, ട്രക്കിനെയാണ് അല്ലെ. ട്രക്കിനെയാണ് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇനി ഇതേപോലെ ഇവര് പാർക്ക് ചെയ്തിരിക്കുകയല്ല, രണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു കാറ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു 10 km/h സ്പീഡിൽ വരുന്നുണ്ട്. ട്രക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു 10 km/h സ്പീഡിൽ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വെഹിക്കിൾ ഇടിച്ചാലാണ് നിങ്ങൾക്ക് കൂടുതൽ ഡാമേജ് പറ്റുക? ഒരു ട്രക്ക് 10 km/h വന്നിട്ട് നിങ്ങളെ ഇടിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു ചെറിയ കാറ് 10 km/h വന്നിട്ട് നിങ്ങളെ ഇടിക്കുന്നതാണോ? ഏതിനായിരിക്കും ആഘാതം അല്ലെങ്കിൽ ഡാമേജ് കൂടുതൽ? തീർച്ചയായിട്ടും ട്രക്കിനായിരിക്കും, ശരിയല്ലേ? ട്രക്കിനായിരിക്കും. ഒരേ സ്പീഡായിട്ട് കൂടെ ട്രക്ക് വന്നിടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കൂടുതൽ, ഡാമേജ് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മാസ് എന്നുള്ളത് എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്? ഇവിടുത്തെ വ്യത്യാസം എന്താണ്, കാരണം എന്താണ്? ട്രക്കിന്റെ മാസ് കൂടുതലായതുകൊണ്ട് അതിന് എന്ത് കൂടുതലാണ്, മൊമെന്റം കൂടുതലാണ്. ഓക്കെ, മാസ് കൂടുതലായതുകൊണ്ട് എന്ത് കൂടുതലാണ്, മൊമെന്റം കൂടുതലാണ്. അങ്ങനെ മൊമെന്റം കൂടുതലുള്ള ഒബ്ജക്റ്റുകൾ വന്നിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആഘാതം ഉണ്ടാവുന്നതാണ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. If 2 stones, one light and the other heavy, ഒരു വെയിറ്റ് കുറഞ്ഞ മാസ് കുറഞ്ഞ കല്ലും മറ്റൊരു മാസ് കൂടിയ കല്ലും നമ്മൾ ഒരുമിച്ച് ഡ്രോപ്പ് ചെയ്യാണ്. ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഓൺ ദി ഗ്രൗണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. പേഴ്സൺ ഓൺ ദി ഗ്രൗണ്ട് വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ക്യാച്ച് ദ ലൈറ്റ് സ്റ്റോൺ ദാൻ ദി ഹെവി സ്റ്റോൺ. ശരിയല്ലേ? ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഒരാൾ ഒരു കോയിൻ ഇടുകയാണ്. ആ കോയിൻ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. പക്ഷെ അതേസമയം ഒരാൾ ഒരു തേങ്ങ നിലത്തേക്ക് ഇടുകയാണെങ്കിൽ ആ തേങ്ങ പിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ കോയിനാണ് പിടിക്കാൻ പറ്റുക അല്ല. നേരെ തിരിച്ച് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കുക. ഒരു മേലെ നിന്ന് ഒരു കോയിൻ നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു, അപ്പോൾ നിങ്ങൾക്ക് ചെറുതായി വേദനിക്കും. പക്ഷെ ഒരു തെങ്ങിന്റെ മേലെ നിന്ന് ഒരു തേങ്ങ തല വീണാലോ, അപ്പം മറ്റേതിനേക്കാൾ നല്ല വേദനകൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം എഗെയിൻ സെയിം റീസൺ തന്നെയാണ്. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചതാണ്. ഒരു ഒബ്ജക്റ്റ് മേലെ നിന്ന് താഴേക്ക് ഇട്ടാൽ ഒരേ ഹൈറ്റിൽ നിന്ന് 2 ഒബ്ജക്റ്റുകൾ താഴേക്ക് ഇടുമ്പോൾ ഏത് മാസിലായിക്കോട്ടെ അവർ താഴെ എത്തുമ്പോൾ വെലോസിറ്റി രണ്ടാളുടെയും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെയും മാസ് കൂടിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണിത്. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങൾ നോക്കുക, അതായത് 2
വലിയ ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നു, ചെറിയ ഒബ്ജക്റ്റും താഴേക്ക് വരുന്നു. ഗ്രൗണ്ടിലെത്തുമ്പോൾ രണ്ടുപേരുടെയും വെലോസിറ്റി v ആണ്. രണ്ടുപേരും താഴെ എത്തി ഇടിച്ചിട്ട് വിത്തിൻ വളരെ ചെറിയൊരു സമയം കൊണ്ട് രണ്ടുപേരുടെ വെലോസിറ്റി എന്താവുകയാണ്? 0 ആയി മാറുകയാണ്. ശരിയല്ലേ? തേങ്ങ നമ്മുടെ തലയെ തട്ടിയിട്ട് അല്ലെങ്കിൽ കയ്യിലേക്ക് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് v വെലോസിറ്റിയിൽ വന്ന തേങ്ങയുടെ വെലോസിറ്റി നമ്മൾ പിടിച്ചിട്ട് അതിന്റെ വെലോസിറ്റി എന്താകും? 0 ആകും. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെലോസിറ്റി മാറുകയാണ് അല്ലേ? വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. v വെലോസിറ്റിയിൽ താഴെ എത്തുന്ന തേങ്ങ നമ്മുടെ കയ്യിലെത്തിയിട്ട് അതിന്റെ വെലോസിറ്റി 0 ആയിട്ട് മാറുകയാണ്. അണ്ടർസ്റ്റുഡ്? അതാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ അവിടെ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ശരിയല്ലേ? അല്ലെങ്കിൽ തേങ്ങയെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് തേങ്ങക്കാണ് കൂടുതൽ കൊടുക്കേണ്ടി വരിക. ഏതിനേക്കാൾ? ചെറിയൊരു കല്ല് ക്യാച്ച് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഏതിനാണ്? തേങ്ങ ക്യാച്ച് ചെയ്യുന്നതിനാണ്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കി. ഒരു ബുള്ളറ്റ് ഫയർഡ് ബൈ എ ഗൺ ക്യാൻ ഈസിലി പിയേഴ്സ് ഹ്യൂമൻ ടിഷ്യൂ. ഒരു ബുള്ളറ്റ് ഒരാൾ തോക്ക് കൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറും, വളരെ ഈസി ആയിട്ട് തുളച്ച് കയറും. ഓക്കെ, എന്നിട്ട് അത് നിൽക്കും. ഇനി എന്നിട്ട് എന്തുണ്ടാവും? എന്നിട്ട് നല്ലൊരു ഡാമേജ് ഉണ്ടാവും. ശരിയല്ലേ? നമ്മുടെ കയ്യിലേക്കൊക്കെ വെടിയുണ്ടായിട്ട് കഴിഞ്ഞാൽ കയ്യിന് നല്ല ആഘാതം ഉണ്ടാവും. സെയിം ബുള്ളറ്റ് ഫയർഡ് വിത്ത് മോഡറേറ്റ് സ്പീഡ് വിൽ നോട്ട് കോസ് മച്ച് ഡാമേജ്. ഇതേ ബുള്ളറ്റ് തന്നെ നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് വെടിവെച്ചാലോ? നിങ്ങൾ തോക്കെടുത്തിട്ട് നിങ്ങൾ ആ ബുള്ളറ്റ് ഒരാളെ തോക്കെടുത്തിട്ട് വെടിവെച്ചു, അയാളെ ശരീരത്തിലേക്ക് അത് തുളച്ച് കയറി നല്ല ആഘാതം ഉണ്ടാവും, നല്ല ഡാമേജ് ഉണ്ടാവും. അതേസമയം ആ ബുള്ളറ്റ് ഞാൻ ഒരാളെ എറിയുകയാണ്, കൈ കൊണ്ട് എടുത്തിട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡാമേജ് ഉണ്ടാവില്ല. കാരണം എന്താ? രണ്ടും ഒരേ ബുള്ളറ്റ് അല്ലേ? രണ്ടിൻ്റെയും മാസ് സെയിം ആണ്. പക്ഷെ രണ്ടാമത് ഞാൻ എറിഞ്ഞ സമയത്ത് ഒരിക്കലും അത് തുളച്ച് കയറാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടുത്തെ സ്പീഡാണ് വ്യത്യാസമായിട്ടുള്ളത്. സ്പീഡ് ഈസ് ഡിഫറെൻറ്റ്. സോ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവരുടെ വെലോസിറ്റിയെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ മൊമെന്റത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി, വെലോസിറ്റി സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? സ്പീഡ് കുറഞ്ഞ ബുള്ളറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡാമേജ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം തോക്കിൽ നിന്ന് തന്നെ വെടിവെക്കണം. ഇനി ഒരു എക്സാമ്പിളും കൂടെ. എ സീസൺഡ് ക്രിക്കറ്റർ എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിൽ ക്യാച്ചസ് എ ക്രിക്കറ്റ് ബോൾ കമ്മിങ് ഇൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ് ഫാർ മോർ ഈസിലി ദാൻ എ നൊവൈസ്. എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരൻ നല്ല സ്പീഡിൽ വരുന്ന ബോൾ, നല്ല ഹൈറ്റിൽ പോയിട്ട് വരുന്ന ബോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ദാൻ എ നൊവൈസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കളിക്കാരനേക്കാൾ ഈസി ആയിട്ട് അയാൾ അത് ക്യാച്ച് ചെയ്യും. ഓക്കെ, പുതിയൊരു കളിക്കാരൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കൈയൊക്കെ വേദനിക്കും. അപ്പം നിങ്ങൾ ക്രിക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും, ആളുകൾ ഫീൽഡേഴ്സ് ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ഈ ബോളിനെ ഒറ്റയടിക്ക് പിടിച്ചു നിർത്തുന്നതിന് പകരം എന്താണ് അവർ ചെയ്യുന്നത്? അവർ കൈ കുറച്ച് പിറകിലോട്ട് കൊണ്ടുപോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒറ്റയടിക്ക് അത് പിടിക്കുന്നതിന് പകരം ചെറുതായിട്ട് കൈ ഒന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ടാണ് അവരെന്ത് ചെയ്യുക? ആ ഒരു ക്യാച്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ വരുന്ന ബോളിന്റെ വെലോസിറ്റി അഥവാ മാസിന്റെ വെലോസിറ്റി ചെയ്താൽ മൊമെന്റം ആകും. മൊമെന്റം അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊമെന്റം നിർത്തുന്നത് കുറച്ച് സമയമെടുത്തുകൊണ്ടാണ്. അങ്ങനെ സമയമെടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കയ്യിന് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള വേദന കുറയ്ക്കാം. നേരെ മറിച്ച് ഇത് പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് പിടിക്കാൻ ശ്രമിക്കും, കൈ വേദനയാകും. ഓക്കെ, അപ്പോൾ എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് അല്ലേ? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്തിനേയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അത് ടൈമിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും കൂടെ മനസ്സിലായി. ടൈമിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ എന്തിനെ മനസ്സിലാക്കുന്നത്? മൊമെന്റം എന്താണെന്നും മൊമെന്റത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഏതെല്ലാം കാര്യങ്ങളെ അത് ഡിപ്പെൻഡ് ചെയ്യും, മൊമെന്റത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഒരു എക്സ്ട്രാ സാധനം എന്തോ ഉണ്ട്, അത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, മാസ് കൂടിയ ഈ ട്രക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു കാറിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു സൈക്കിളിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ട്രക്ക് പിടിച്ചു നിർത്താൻ. ട്രക്ക് നിങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് പോവുക. അപ്പോൾ മാസ് അവിടെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ മാസ് വേരി ചെയ്യുന്നുണ്ട്. ഇനി ഒരേ മാസുള്ള രണ്ട് ഒബ്ജക്റ്റുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിനാണോ സ്പീഡ് കൂടുതൽ അതിനായിരിക്കും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ഇനി മാസും സ്പീഡും ഒക്കെ സെയിം ആണ്. എന്നിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി. അതായത് നിങ്ങൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ എടുത്തുകൊണ്ട് ഒരു ബോൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതല്ല
ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിന് വേദനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടൈമിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെയും വെലോസിറ്റിയും, പിന്നെ അതേപോലെ തന്നെ മൊമെൻറ്റം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെയും വെലോസിറ്റിയും മാത്രമല്ല ടൈമിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഉള്ള മാറ്റത്തിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം. ഏതൊരു ക്വാണ്ടിറ്റിയുടെയും സമയത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് പറയുന്ന ഇംഗ്ലീഷിലെ വാക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി. ഓക്കെ, ആൻഡ് ദിസ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. അപ്പോൾ സമയത്തിനനുസരിച്ച് മൊമെന്റം മാറുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫോഴ്സിനെ, അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി അതിനെ തന്നെ വേറെ രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എ ബോഡി ഓഫ് മാസ് m moves with velocity v, then its linear momentum can be given by p equal to mv. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? മൊമെന്റം എന്ന് പറയുന്നത് p ഈക്വൽ ടു mv ആണ്. ഇഫ് f ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ദാറ്റ് ബോഡി, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ബോഡിയിൽ നമ്മൾ f ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നേരത്തെ എക്സാമ്പിൾസ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. അതായത് ക്രിക്കറ്റ് ബോൾ എയറിൽ നിന്ന് വരുന്നു, നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, കൈകൊണ്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ വേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ളതിനാണ് നമ്മൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതുക. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ. ഓക്കെ, സോ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊപ്പോർഷണാലിറ്റി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു ഇക്വേഷൻ ആയിട്ട് മാറും. സോ എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഈ ഒരു കേസിൽ, ഫോഴ്സിന്റെ കേസിൽ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. therefore എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എം വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മാസിന് ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുന്നതിൽ മാസിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. സോ എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതാണ് എന്ത്? ആക്സിലറേഷൻ. therefore എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ. ഇതിന്റെ ഡെറിവേഷൻ ആണ് ഈ കാണുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് വർഷം ബോർഡ് എക്സാമിന് സെയിം സംഭവം ചോദിക്കാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇത്ര ചെയ്താൽ മതി. ഈ ഡെറിവേഷൻ എഴുതി വെക്കുക, ഈ ഡെഫിനിഷൻ എഴുതി വെക്കുക, എന്നിട്ട് ഈ ഡെറിവേഷൻ ചെയ്യുക. അത്ര ചെയ്താൽ മതി ആ ടൈപ്പ് ചോദ്യങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പൾസ് എന്താണെന്നാണ്. ഇമ്പൾസ്, വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് അഗൈൻ ഞാൻ പറയാൻ പോകുന്ന ഇമ്പൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് ബോളിന്റെ എക്സാമ്പിൾ എടുക്കുക. ക്രിക്കറ്റ് ബോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പിടിച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തുകൊണ്ട് നിർത്താം. ഓക്കെ, കുറച്ച് സമയം എടുത്തുകൊണ്ട് നിർത്താം. അപ്പോൾ ഒരു വളരെ ലാർജ് ഫോഴ്സ്, വളരെ വലിയൊരു ഫോഴ്സ്, വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്ക്, വലിയൊരു ലോറി ഒരു സ്പീഡിൽ 20 km/h, ലോറികളൊക്കെ സാധാരണ വളരെ പതുക്കെയല്ലേ പോകാറുള്ളൂ, അല്ലെങ്കിൽ 30 km/h വരുന്ന ലോറി ഒരു മതിൽ ചെന്നിട്ട് ഇടിക്കുകയാണ്. മതിൽ ചെന്ന് ഇടിച്ചിട്ട് ആ ലോറി പെട്ടെന്ന് നിൽക്കുകയാണ്, അവിടെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. അപ്പൊ വളരെ വലിയൊരു ഫോഴ്സ് ചെറിയൊരു സമയത്തേക്ക് ആക്ട് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? ഇമ്പൾസ് എന്നുള്ളത്. ഓക്കെ, വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതാണെന്ത്? ഇമ്പൾസ്. ഓക്കെ, അതിനെ തന്നെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാറുണ്ട്? പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഫോഴ്സ് ആൻഡ് ടൈം. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം.
ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എഴുതാറുണ്ട്. ഓക്കെ, ഇതിന്റെ തന്നെ മറ്റൊരു ഡെഫിനിഷൻ ആണെന്ത്, ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. അത്തരത്തിലുള്ള ഫോഴ്സുകളാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇതാണ് ഇമ്പൾസിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ നേരത്തെ എഴുതിയല്ലോ എഫ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, എഫ് എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ. അപ്പോൾ എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താവും, ടി അല്ലെങ്കിൽ ഡെൽറ്റ ടി, ടൈം ടേക്കൺ. എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ, എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, വേറെ ഒന്നുമല്ല, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം തന്നെയാണ്. So what is impulse? Impulse is the product of force and time. Also it is the change in momentum. ചേഞ്ച് ഇൻ മൊമെന്റം. ക്ലിയർ ആവുന്നുണ്ട്? ഇതാണ് ഇമ്പൾസ് മൊമെന്റം തിയറി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇമ്പൾസ് മൊമെന്റം തിയറി എന്ന് പറയുന്നത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്ത ടോപ്പിക്ക് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസ് എന്താണെന്ന് മനസ്സിലായി, ഫോഴ്സ് ഇൻ ടു ടൈം. ഇനി ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ടു പ്രൊഡ്യൂസ് എ ഫൈനൈറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം. A large force acting for a short period of time to produce a finite change in momentum. ഇതാണ് എന്ത്, ഇമ്പൾസീവ് ഫോഴ്സ് എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മൾ വളരെ പെട്ടെന്നാണ് ബോളിനെ പിടിച്ച് നിർത്തുന്നത്. ഇനി അതല്ല ഒരു ക്രിക്കറ്റ് ബോൾ വരുന്ന ബാറ്റ് കൊണ്ട് നമ്മൾ അടിക്കുന്നത്, നമ്മൾ ബാറ്റ് കൊണ്ട് ആ ബോളിന് കൊടുക്കുന്ന ഫോഴ്സ് എന്നുള്ളത് വളരെ ചെറിയ സമയം കൊണ്ടാണ് അതിന് കിട്ടുന്നത്. ശരിയല്ലേ, വളരെ ചെറിയ സമയം കൊണ്ടാണ് അതിന് കിട്ടുന്നത്. എക്സാമ്പിൾസ്, when a ball hits on a wall, നമ്മൾ എറിയുന്ന ഒരു ബോൾ ഒരു വാളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹിറ്റ് ചെയ്യുന്ന ആ ചെറിയൊരു മോമെന്റിലാണ്, ആ ഒരു നിമിഷത്തിലാണ് ആ ബോളിന്റെ വെലോസിറ്റി മുഴുവൻ ഇല്ലാതാവുന്നത്. ഓക്കെ, ഫോഴ്സ് എക്സർട്ടഡ് ബൈ ബാറ്റ് ഓൺ ബോൾ, ഫോഴ്സ് ഓൺ എ നെയിൽ ബൈ എ ഹാമർ, ചുറ്റിക കൊണ്ടൊക്കെ നമ്മൾ ആണി അടിക്കുന്നതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇമ്പൾസീവ് ഫോഴ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിൽ നോക്കാനുള്ളതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ടോട്ടൽ മൊമെന്റം ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, എ സിസ്റ്റം വിത്ത് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. Okay, a system with no external force of interacting particles is conserved. Total momentum of an isolated system is conserved. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് total momentum of a system is zero. So total momentum is conserved. അല്ലെങ്കിൽ change in momentum is zero if there is no external force acting on it. പുറത്ത് നിന്നുള്ള ഫോഴ്സുകൾ ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, മൊമെന്റത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? പ്രൂവ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ശരിയല്ലേ? ഇതാണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ. നൗ ഇഫ് നിങ്ങൾ നോക്കുക, ഇഫ് ഫോഴ്സ് ഇസ് സീറോ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ, അതിന്റെ അർത്ഥം എന്താണ്? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്തായിരിക്കും? സീറോ ആണെന്നല്ലേ അർത്ഥം. ഇതിനർത്ഥം എന്താ? ദിസ് മീൻസ് ഡെൽറ്റ പി is equal to zero, അഥവാ ചേഞ്ച് ഇൻ മൊമെന്റം സീറോ ആണ്. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? മൊമെന്റം ഇസ് എ കോൺസ്റ്റന്റ്. മൊമെന്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഇടപെടാതെ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിൽ മാറ്റം ഉണ്ടാവില്ല. പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് കയറി ഇടപെടാതെ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അണ്ടർസ്റ്റുഡ്? അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ആവശ്യം വരുന്ന ലോ ആണ്. അത് നിങ്ങളോട് അഥവാ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് അടുത്തത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോക്സ് ഗ്രൗണ്ടിൽ വെച്ചിട്ട്, നിലത്ത് വെച്ചിട്ട് നമ്മൾ നീക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വളരെ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബോക്സ് നീങ്ങൂല. പകരം നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഫോഴ്സ് കൊടുത്ത് തള്ളാൻ ശ്രമിച്ചാലാണ് ആ ബോക്സ് നീങ്ങുക. ഇതേപോലെ തന്നെയാണ് വേറെ ഉദാഹരണം പറയുമെങ്കിൽ ഒരു കാറ് കേട് വന്നിട്ട് നമ്മൾ കയറ് കെട്ടിയിട്ട് ഒരു 3-4 ആൾ ചേർന്നിട്ട് അതിനെ പിടിച്ച് വലിക്കുകയാണ്. നിങ്ങൾ ആദ്യം ചെറിയ ഫോഴ്സ് കൊണ്ട് വലിച്ചു പോരുന്നില്ല, 4 പേര് നല്ല ഫോഴ്സ് കൊണ്ട് വലിച്ചപ്പോഴാണ് കാറ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താ? 2 സർഫസുകൾക്കിടയിൽ, ഇപ്പൊ കാറിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടയറും റോഡും, നമ്മൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ടേബിളിന്റെ മേലെയൊക്കെ ഒരു പുസ്തകം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ചാൽ അവിടുത്തെ സർഫസുകൾ എന്ന് പറയുന്നത് ഏതാണ്?
ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ബ്ലോക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലോറും തമ്മിലുള്ള സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ കോണ്ടാക്റ്റിലുള്ള രണ്ട് സർഫസുകൾ തമ്മിൽ എപ്പോഴെങ്കിലും റിലേറ്റീവ് മോഷൻ ഉണ്ടാവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇത് രണ്ടും പരസ്പരം മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ റിലേറ്റീവ് മോഷന്റെ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ഫോഴ്സിന്റെ പേരാണെന്ത്? ഫ്രിക്ഷൻ. അതിനെ എതിർക്കുന്ന ഫോഴ്സിന്റെ പേരാണ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനെ ഞാൻ വലത്തോട്ട് വലിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് സർഫസുകൾക്കിടയിൽ എന്തുണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഈ മോഷനെ ഒപ്പോസ് ചെയ്യും, റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, റിലേറ്റീവ് മോഷൻ എപ്പോഴും ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർഫസുകൾക്കിടയിൽ ഇപ്പം നമ്മൾ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് ആ ടേബിളിന്റെ മേലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടേബിളിലും എന്തുണ്ടാകും? ഇതുപോലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാകും. ഓക്കെ, നമ്മുടെ കയ്യിന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടൂടെ ഓരോ ഉയർച്ചയും താഴ്ചയും. അതേപോലെ തന്നെ ടേബിളിനെ നിങ്ങളൊരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിന്റെ മേലെയും എന്തുണ്ടാകും? അതിന്റെ ആ സർഫസുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സർഫസുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ഈ ഒരു രൂപത്തിലുള്ള ആണ് ആക്ച്വലി സർഫസുകൾ ഉണ്ടാവുക. അപ്പൊ അവർക്കിടയിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ലോക്ക് പോലെ കാണുന്നില്ലേ? അല്ലെ? ഇത് രണ്ടും എന്താണ്? ഒരു ലോക്ക് പോലെ കാണുന്നുണ്ട്. അപ്പൊ ആ ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇനീഷ്യലി ചെറിയ ഫോഴ്സ് കൊടുത്തപ്പോൾ നീക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ നമ്മൾ നല്ലൊരു ഫോഴ്സ് കൊടുത്തപ്പം ഈ ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? റിലേറ്റീവ് മോഷൻ ഉണ്ടായി. അപ്പൊ ഫ്രിക്ഷന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസുകൾക്കിടയിലുള്ള ഇറഗുലാരിറ്റീസ് ആണ്. ഏതൊരു സർഫസ് എടുത്താലും നിങ്ങൾക്ക് ഇറഗുലാരിറ്റീസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് സർഫസിലും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ശരിക്കുള്ള റിയൽ എക്സാമ്പിൾസിൽ എല്ലാ സർഫസുകളിലും ഫ്രിക്ഷൻ ഉണ്ടാകും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് എന്നൊക്കെ അസ്യൂം ചെയ്യുന്നതാണ്. അണ്ടർസ്റ്റുഡ്? Okay, its value increases from 0 to a maximum value called limiting friction. Its value increases from 0 to a maximum value called limiting friction അല്ലെങ്കിൽ FS max. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് ബോക്സിനെ തള്ളാൻ ശ്രമിച്ചാൽ ബോക്സ് നീങ്ങില്ല. ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ ബോക്സിനെ തള്ളാൻ ശ്രമിച്ചാൽ ബോക്സ് നീങ്ങില്ല. കാരണം എന്താണ്? സോ ഇഫ് ക്യാപിറ്റൽ F is small, ക്യാപിറ്റൽ F നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ചെറുതാണെന്നുണ്ടെങ്കിൽ എഫും അതേപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് രണ്ടും ഈക്വൽ ആകും. ആക്സിലറേഷൻ 0 ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിനെ ഫ്രിക്ഷൻ ബാലൻസ് ചെയ്യും, ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, നൗ ഇഫ് ക്യാപിറ്റൽ F is ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഈ ഒരു മോഷനെ തടയാൻ, ഈ ലോക്ക് തടയാൻ ഫ്രിക്ഷണൽ ഫോഴ്സിന് കൊടുക്കാവുന്ന ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷണൽ മാക്സിമം വാല്യൂ ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ബോക്സിന് നല്ലൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ബോക്സ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാറുണ്ട്. ശരിയല്ലേ? സോ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത്. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം 0 ടു എ മാക്സിമം വാല്യൂ കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ആദ്യം 0 ആയിരിക്കും. റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ലെങ്കിൽ, ടെൻഡൻസി ഓഫ് മോഷൻ ഒന്നും ഇല്ലെങ്കിൽ 0 ആയിരിക്കും. എന്തെങ്കിലും ഒരു ടെൻഡൻസി ഓഫ് റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക? ഫ്രിക്ഷൻ വരുള്ളൂ. അല്ലാത്തപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവുകയില്ല. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ദി സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ്. അതിന്റെ അർത്ഥം എന്താ? അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ ഇനിയും നമ്മൾ ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തി ഇനിയും നമ്മൾ ഫോഴ്സ് കൊടുത്താൽ നമ്മുടെ ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഫ്രിക്ഷനിൽ ആക്ച്വലി സംഭവിക്കുന്നത്. ആദ്യം 0 ആയിരിക്കും, പിന്നെ അത് കൂടി എവിടെത്തും? ലിമിറ്റിംഗ് വാല്യൂലെത്തും, എന്നിട്ടാണ് മൂവ് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ഇതിന്റെ ഒരു ഫേമസ് ഗ്രാഫ് ഉണ്ട്. ഫ്രിക്ഷനും നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ടുള്ള ഒരു ഫേമസ് ഗ്രാഫ് ഉണ്ട്. വൈ ആക്സിസിൽ ഫ്രിക്ഷനും ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിൽ 0 ആണ്, അവിടുന്ന് ഫ്രിക്ഷന്റെ വാല്യൂ കൂടി വരും, കൂടിയിട്ട് ഒരു മാക്സിമം വാല്യൂലെത്തും. ആ മാക്സിമം വാല്യൂവിന്റെ പേരാണെന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇവിടെ നിന്ന് ഇനി എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ഇനി അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ ആ കോൺസ്റ്റന്റ് വാല്യൂലായിരിക്കും ഫ്രിക്ഷൻ നിൽക്കുക. പിന്നെ അത് കുറയേണ്ട ആവശ്യമില്ല, കൂടുമില്ല. അതാണ് അതിന്റെ മാക്സിമം വാല്യൂ. അണ്ടർസ്റ്റുഡ്? സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഗ്രാഫും ഓർത്ത് വെക്കുക. ഫ്രിക്ഷൻ വേഴ്സസ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഈ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ,
നെക്സ്റ്റ് വൺ, ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബോഡീസ്. എന്ന് വെച്ചാൽ നമ്മളൊരു ടേബിള് നമ്മൾ സപ്പോസ് ഇങ്ങനെ 4 കാലിൽ ഇങ്ങനെ വെച്ചു. ഒരു ടേബിള് 4 കാലിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ തള്ളാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തള്ളാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും, ഇനി അതിന് പകരം ടേബിൾ തല കുത്തനെ വെച്ചു. ടേബിൾ എന്ത് ചെയ്തു? തല തിരിച്ചു വെച്ചു. തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുന്ന ഫ്രിക്ഷനും ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. അതായത് ഗ്രൗണ്ട് സർഫസുകൾ തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യുന്നില്ല? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഒരു ടേബിൾ നിങ്ങൾ 4 കാല് ഗ്രൗണ്ടിൽ കുത്തിക്കൊണ്ട് വെച്ചാലും ടേബിൾ തല തിരിച്ച് വെച്ചാലും ഒക്കെ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ സെയിം ആണ്. അണ്ടർസ്റ്റുഡ്? രണ്ടാമത്തത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലാണ്? നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരാൾക്ക് സംശയം തോന്നും, എന്താണ് നോർമൽ റിയാക്ഷൻ? അത് നമ്മൾ ലോസ് ഓഫ് മോഷനിലെ ചാപ്റ്ററിലെ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് ഒക്കെ വെറുതെ ഒരു ടേബിളിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒബ്ജക്റ്റിന് മേലെ എപ്പോഴും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? എം ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എം ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അർത്ഥം എന്താ? ശരിക്കും ഭൂമി ഈ ഒബ്ജക്റ്റിനെ എം ജി എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ട് ഭൂമിയുടെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തിരിച്ച് ഈ ഒബ്ജക്റ്റ് ഭൂമിയെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആക്ഷൻ റിയാക്ഷൻ പെയർ. ഇനി ഇത് കൂടാതെ തന്നെ ഈ 2 സർഫസുകൾ തമ്മിൽ എന്തുണ്ട്? കോണ്ടാക്ട് ഉണ്ട് അല്ലെ? ആ 2 സർഫസുകൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. അതിന്റെ പേരാണെന്ത്? അവിടെ നിന്ന് ആ സർഫസുകൾ തമ്മിലുള്ള കോണ്ടാക്ട് കൊണ്ട് ഉണ്ടാകുന്നതാണ് നോർമൽ റിയാക്ഷൻ. അണ്ടർസ്റ്റുഡ്? ആ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റിനെ എങ്ങനെ കിട്ടും? ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഭൂമി എഴുതുകയാണ്. എർത്ത്, ഇത് നമ്മുടെ എർത്തിന്റെ മേലെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ബ്ലോക്കിനെ എർത്ത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എർത്ത് അട്രാക്ട് ചെയ്യും. എല്ലാ ഒബ്ജക്റ്റുകളെയും അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ എർത്ത് അട്രാക്ട് ചെയ്യും. എർത്തിനെ തിരിച്ച് ആരും അട്രാക്ട് ചെയ്യും? ബ്ലോക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആക്ഷൻ റിയാക്ഷൻ പെയർ. മനസ്സിലാവും? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എം ജി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ നോർമൽ റിയാക്ഷൻ എൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നോർമൽ റിയാക്ഷൻ എൻ, അതിന്റെ കാരണക്കാര് ഇവര് തമ്മിലുള്ള സർഫസാണ്. അതിന്റെ കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള സർഫസ് ആണ്. ഈ കോണ്ടാക്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ എം ജി അപ്പോഴും ഉണ്ട്. വ്യത്യാസം മനസ്സിലായി? എം ജി ഫുൾ ടൈം ഉണ്ടാവും, കാരണം ഭൂമി അവിടെ ഉണ്ട്. ഈ സാധനത്തിനെ നിങ്ങളൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 സർഫസുകൾക്കിടയിലുള്ള ഫോഴ്സ് ആണ്, ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണത്. അത് ആർക്കൊക്കെ കിട്ടും? അത് ഈ ടേബിളിന് കിട്ടും. അതാർക്കൊക്കെ കിട്ടും? അത് ടേബിളിനും കിട്ടും. അതേപോലെ തന്നെ അതിന്റെ റിയാക്ഷൻ നമ്മുടെ ബ്ലോക്കിനും കിട്ടും. അണ്ടർസ്റ്റുഡ്? അത് ടേബിളിനും കിട്ടും, അതിന്റെ റിയാക്ഷൻ നമ്മളുടെ ബ്ലോക്കിന് കിട്ടും. അല്ലാതെ എം ജിയുടെ റിയാക്ഷൻ അല്ല ആര്? നോർമൽ റിയാക്ഷൻ. അണ്ടർസ്റ്റുഡ്? സോ ഇതാണ് ആര്? നോർമൽ റിയാക്ഷൻ. ഇനി എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഈ പറഞ്ഞിട്ടുള്ള നോർമൽ റിയാക്ഷൻ. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുക? എല്ലാ ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റിന്റെ പേരാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ എസിനെ വിളിക്കുന്ന പേരാണെന്ത്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? ഇതാണ് മ്യൂ എസ് എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്? അടുത്തത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ സർഫസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ വെക്കുന്നതിന് പകരം ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞ എം ജി നേരെ താഴേക്ക് എപ്പോഴും ഭൂമി ആ ഒരു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എം ജി. ഈ വെച്ചിരിക്കുന്ന ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ഇൻക്ലിനേഷൻ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള എം ജിയുടെ കോമ്പോണന്റ് വെക്ടർ, റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചില്ലേ? താഴേക്കുള്ള കോമ്പോണന്റ് ആണ് എം ജി കോസ് തീറ്റ. ഇൻക്ലൈൻഡ് പ്ലെയിൻ അലോങ് ആയിട്ടുള്ള കോമ്പോണന്റ് ആണെന്ത്? എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഈ നീല ബ്ലോക്ക് എങ്ങോട്ട് പോകാനാ ശ്രമിക്കുക? അത് താഴേക്ക് വരാനല്ലേ ശ്രമിക്കുക. അപ്പോ താഴേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ആര് എതിർക്കും? ഫ്രിക്ഷൻ എതിർക്കും. അതിനെ എതിർത്തുകൊണ്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എഫ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിക്ഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? ഇതാണ് എന്ത് സംഭവിക്കുക? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, ഫ്രിക്ഷൻ ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിങ്ങളൊരു ഒബ്ജക്റ്റ് വെച്ചാലുള്ള ഫോഴ്സുകൾ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണ്ടത്, സപ്പോസ് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, ഇതിവിടെ സ്റ്റേഷനറി ആയിട്ട് റെസ്റ്റിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അങ്ങനെ ആവാനുള്ള കണ്ടീഷൻ എന്താ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സർഫസിൽ നിങ്ങളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ സർഫസ് ഞാൻ പതുക്കെ ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചെറുതായിട്ട് ചെരിച്ചപ്പോഴൊന്നും ബോക്സ് എന്ത് ചെയ്തില്ല, സ്ലൈഡ് ചെയ്ത് പോരുന്നില്ല. അങ്ങനെ പൊക്കി ഒരു പെർട്ടിക്കുലർ ആംഗിൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബോക്സ് എന്ത് ചെയ്തത്, താഴേക്ക് സ്ലൈഡ് ചെയ്തത് അല്ലെ. ഇത് പൊങ്ങി വന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ കഴിഞ്ഞപ്പോഴാണ് ഈ ബോക്സ് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് റെസ്റ്റിൽ സ്റ്റേഷനറി ആയി നിൽക്കുന്ന ആ ലാസ്റ്റ് പോയിന്റ് അതെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സപ്പോസ് അത് ഇതാണെന്ന് വിചാരിച്ചോ, ഈ തീറ്റയിലാണ് ഇത് റെസ്റ്റിൽ നിൽക്കുക. ഇത് ഇച്ചിരിയും കൂടെ ചെരിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് താഴേക്ക് വരും. ഓക്കെ, അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും ഈ ഒബ്ജക്റ്റിന്റെ മേലെയുള്ള ഫോഴ്സുകളൊക്കെ ഈക്വൽ ആണ് അല്ലെ. ഈ ഒബ്ജക്റ്റിന് മേലുള്ള ഫോഴ്സുകളൊക്കെ നമുക്ക് ഈക്വൽ ആയിട്ട്, കാരണം എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, ആക്സിലറേഷൻ 0 ആണ്, ഇവിടത്തെ ആക്സിലറേഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സുകളും ഈക്വൽ ആണെന്ന് ഞാൻ എഴുതാൻ പോവാണ്. എന്ന് വെച്ചാൽ Fs is equal to mg sin θ ആണ്. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളൊക്കെ ഈക്വൽ ആണെന്ന് ഞാൻ എഴുതാൻ പോവാണ്. n is equal to mg cos θ ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക, Fs by n is equal to tan θ എന്ന് കിട്ടും. ശരിയല്ലേ? sin θ by cos θ tan θ. ഇനി കുറച്ച് മുന്നത്തേക്ക് പോയൊക്കെ Fs is equal to എന്താണെന്ന് പഠിച്ചത്, mu into n അല്ലെ. Fs is equal to mu into n. അതിൽ നിന്ന് നമുക്ക് എഴുതിക്കൂടെ, mu s is equal to എന്താണെന്ന് എഴുതാം ഇവിടുന്ന്, F by n അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ്, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ tan θ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഇസ് ഈക്വൽ ടു mu ഓഫ് s. അണ്ടർസ്റ്റുഡ്? mu ഓഫ് s. അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ tan θ is equal to mu of s. Tan θ is equal to mu of s. So it is the angle of the inclined plane at which the block just starts sliding. Okay, angle of the inclined plane at which a block just starts sliding. അണ്ടർസ്റ്റുഡ്? ഫ്രിക്ഷൻ ഉള്ള കേസിൽ ഇത് നടക്കുള്ളൂ. കാരണം ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ തന്നെ മതി, ബ്ലോക്ക് താഴോട്ട് വന്നോളും. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും നേരം പിടിച്ചു നിൽക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ tan θ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, mu കണ്ടാൽ മതി. mu ആണ് tan θ. എന്നിട്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ള കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആണെന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ. അണ്ടർസ്റ്റുഡ്? സോ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. കാരണം രണ്ട് ടൈപ്പ് മോഷൻ നമുക്ക് ഇമാജിൻ ചെയ്തൂടെ. ഒന്ന് സ്ലൈഡ് ചെയ്യാം, ഒന്ന് വേറൊന്നിന്റെ മേലെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവാം. ഇനി അതല്ലെങ്കിൽ റോൾ ചെയ്തിട്ടും പോകാൻ പറ്റും. ശരിയല്ലേ? ഒരു ഫുട്ബോളൊക്കെ ഉരുണ്ടു പോകുന്നത്. അങ്ങനെ ആ രണ്ട് കേസുകളിലുള്ള രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ഇതിന് രണ്ടിനും കൂടെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷനിലുള്ള കോഎഫിഷ്യന്റിനെ വിളിക്കുന്ന പേര്, ഇവിടെ mu s എന്ന് വിളിച്ചു എങ്കിൽ ഇവിടെ വിളിക്കുന്ന പേര് mu k ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അണ്ടർസ്റ്റുഡ്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി നമ്മൾ വരച്ച ഗ്രാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫ്രിക്ഷന്റെ ഗ്രാഫ് വരച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫ്രിക്ഷന്റെ ഗ്രാഫ് വരച്ചതില് y ആക്സിസിൽ സ്മോൾ ഫ്രിക്ഷനും ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സുമായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്, ഫ്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് കൂടി ഒരു മാക്സിമം പോയിന്റിൽ എത്തുന്നു. എന്നിട്ട് പിന്നെ അത് കോൺസ്റ്റന്റ് ആവുകയാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ മാക്സിമം പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയതായിട്ടൊന്ന് കുറയും. ആ മാക്സിമം വാല്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എഫ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഉണ്ടാവുക. അതാണ് ആര്, കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ടാണ് പിന്നെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക, ഫ്രിക്ഷന്റെ വാല്യൂ ഉണ്ടാവുക. അതിന്റെ പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക, മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷനെ റെസ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. മൂവ് ചെയ്യുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ വിളിക്കും. അണ്ടർസ്റ്റുഡ്? അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് കെയും എന്ത് തന്നെയാണ്, mu k into n ആയിരിക്കും. FK, value of kinetic friction is equal to mu k into normal reaction. മറ്റത് mu s into normal reaction. ഓക്കെ, ഇത് mu k into normal reaction. ഇനി ഫ്രിക്ഷനെ കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഫ്രിക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നെസസറി ഈവിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. ഓക്കെ,
എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദ ഗ്രൗണ്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമുക്ക് നടക്കാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ടൈൽസിന്റെ മേലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർഫസിൽ പോയി നിന്ന് നമ്മൾ കാലിൽ തന്നെ വീഴും. നേരെ മറിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. കാരണം എന്താ? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. വി ക്യാൻ ഹോൾഡ് എൻ ഒബ്ജക്ട് ഇൻ ഹാൻഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. കൈയിനും ഒബ്ജക്റ്റിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ താഴേക്ക് വീഴും. മീറ്റിയോസ് ബേൺ ഇൻ എയർ ഡ്യൂ ടു ഫ്രിക്ഷൻ. അതായത് ഭൂമിയുടെ നേരെ കല്ലുകൾ വരുന്നു അല്ലെങ്കിൽ ഉൽക്ക വരുന്നു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പൊ അതൊക്കെ പലതും എയറിൽ നിന്നുകൊണ്ട് തന്നെ കത്തി ഇല്ലാതെയായി പോകും, പലതും. ഓക്കെ, അതിന്റെ കാരണം എയർ ഫ്രിക്ഷൻ ആണ്. എയറിലൂടെ ഒരു ഒബ്ജക്റ്റ് പോകുമ്പോൾ ഈ ഫ്രിക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ കല്ലുകളൊക്കെ കത്തിപ്പോകും ഭൂമിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ അതാണ് കുറച്ച് അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? വെൻ എ വെഹിക്കിൾ മൂവ്സ് a lot of energy is lost to overcome friction. അപ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് റോഡുമായിട്ടുള്ള ഫ്രിക്ഷനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ മെഷീൻസ് കോസ് വെയർ ആൻഡ് ടയർ ടു പാർട്സ്. മെഷീനറികളിലൊക്കെ ഈ ഫ്രിക്ഷൻ കാരണം തേയ്മാനം സംഭവിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ ഈസ് ഡിസ്അഡ്വാൻറ്റേജസ് ടു റോക്കറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. അപ്പോൾ റോക്കറ്റും സാറ്റലൈറ്റും ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മീറ്റിയോർസിന്റെ കാര്യം പറയില്ല, അതേപോലെ റോക്കറ്റ് ഒക്കെ പോകുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം ഒരുപാട് എനർജി നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് കേസുകളിൽ ഫ്രിക്ഷൻ ഒരു ശല്യമാണ്, പക്ഷെ പല കേസിലും ഫ്രിക്ഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു നെസസറി ഈവിൽ ആയിട്ട് വിളിക്കുന്നത്. ഈവിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദുഷ്ടശക്തി, അതല്ലേ ഒരു ഈവിൽ. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഈവിലാണിത്. അണ്ടർസ്റ്റുഡ്? അതിന്റെ റീസൺ ആണിത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, ലോസ് ഓഫ് മോഷന്റെ ഏറ്റവും അവസാനം വരുന്ന സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സർക്കുലർ മോഷൻ, ഇത് അറിഞ്ഞാൽ തന്നെ സർക്കുലർ മോഷൻ പകുതിയിലേറെ മനസ്സിലായി എന്നാണ് അർത്ഥം. ഒരു സർക്കിളിന് ചുറ്റും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ടൈപ്പ് മോഷനാണിത് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർക്കുലർ മോഷന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വെലോസിറ്റിയിൽ, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. വി എന്ന് പറയുന്ന സ്പീഡിൽ 6 റേഡിയസുള്ള സർക്കിളിന് ചുറ്റും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഒരു കയറിന്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് കറക്കുന്ന ഉദാഹരണം, അതേപോലെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന ഉദാഹരണം, ഇങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് ഇതിന് പറയാൻ പറ്റും, സർക്കുലർ മോഷൻസിന് പറയാം. ഇങ്ങനെ കറങ്ങണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവം ഉണ്ട്. അതിന്റെ പേരാണെന്ത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അഥവാ AC നിർബന്ധമായിട്ടും ഉണ്ടായാൽ മാത്രമാണ് സർക്കുലർ മോഷൻ പോസിബിൾ ആവുള്ളൂ. സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഓരോ പോയിന്റിലും സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അഗൈൻ ടുവേർഡ്സ് ദി സെന്റർ. സോ ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനാണ് ആർക്കുള്ളത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉള്ളത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമല്ല ഡയറക്ഷൻ മാറുന്നത്, ഓരോ ഇൻസ്റ്റന്റിലും നമ്മുടെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻഷ്യൽ ആയിരിക്കും. ഓരോ ഇൻസ്റ്റന്റിലും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏതിന്റെ പ്രത്യേകത? സർക്കുലർ മോഷന്റെ പ്രത്യേകത. പക്ഷേ സർക്കുലർ മോഷനിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, യൂണിഫോം സർക്കുലർ മോഷൻ, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ടായിരുന്നു. യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ പറയുന്ന വെലോസിറ്റിയുടെ ഓരോ ഇൻസ്റ്റന്റിലും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ സ്പീഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷനിലേക്ക് തിരിച്ചു വരാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് v²/r ആണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v²/r. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ ഞാൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? mv²/r. ഒരു ആക്സിലറേഷനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇതാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ v സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങാൻ നിർബന്ധമായും അതിന് കിട്ടേണ്ട ഫോഴ്സിന്റെ പേരാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഓക്കെ, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ. എല്ലാ ഇൻസ്റ്റന്റിലും ടുവേർഡ്സ് ദി സെന്റർ ആണ് ഇതിന്റെ ഡയറക്ഷൻ.
ടുവേർഡ്സ് ദി സെന്റർ. ക്ലിയർ അല്ലേ? ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ഐഡിയ. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ? അല്ല. കാരണം ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കയറിന്റെ അറ്റത്ത് കല്ല് കെട്ടി കറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ ഇൻസ്റ്റന്റിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യലാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റിനുള്ള ടെൻഡൻസി എങ്ങനെയാണ്? ടാൻജൻഷ്യലി തെറിച്ച് പോകാനാണ് ടെൻഡൻസി. ഇവിടുന്ന് വെലോസിറ്റി താഴേക്കാണ്, അപ്പൊ അങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇതേ അങ്ങോട്ടാണ്, അങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി. അപ്പൊ അങ്ങോട്ട് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കണം. ശരിയല്ലേ? നിർബന്ധമായും ഓരോ ഇൻസ്റ്റന്റിലും ഒരാൾ ഉള്ളിലേക്ക് പിടിച്ച് വലിച്ചാൽ മാത്രമാണ് ഇത് ഈ ഒരു സർക്കുലർ പാത്തിൽ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് തെറിച്ചു പോകും. ഏതുപോലെ ഒരു കയറിനറ്റത്ത് കല്ല് കെട്ടിയിട്ട് നമ്മൾ കറക്കുമ്പോൾ നമ്മൾ ആ കൈ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ കല്ലിന് എന്താ സംഭവിക്കുക? ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി എന്താണോ ആ ഡയറക്ഷനിലേക്ക് അത് തെറിച്ചു പോകും. അണ്ടർസ്റ്റുഡ്? ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ കുറെ എക്സാമ്പിൾസ് പഠിക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. നമുക്ക് നമ്മുടെ സിലബസിൽ, ബോർഡ് എക്സാമിന്റെ സിലബസിൽ ഉള്ളതാണ് ഒരു കാർ സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു കാർ സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് നേരെ താഴേക്ക് mg, രണ്ടാമത്തത് നോർമൽ റിയാക്ഷൻ നേരെ മുകളിലേക്ക്, മൂന്നാമത്തത് കാറിൽ ഒബ്വിയസ്ലി എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകും. ശരിയല്ലേ? കാറിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഉള്ളിലേക്ക് ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുക? ഉള്ളിലേക്കാണ് ആക്ട് ചെയ്യുക. അതിന്റെ കാരണം എന്താ? നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ഇത് കണ്ടോ, നമ്മൾ കാറിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഗ്രൗണ്ടിലൂടെ സർക്കുലർ പാത്തിലൂടെ പോകുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അല്ലെ? കാറിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ചു പോകാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ ആ ടെൻഡൻസി ഓഫ് മോഷനെ എതിർക്കാനാണ് ആരുള്ളിലേക്ക് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർക്കുലർ മോഷനിൽ ഒരു ഒബ്ജക്റ്റിന് പോകണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തത് ചിലപ്പോൾ ഫ്രിക്ഷൻ ആവാം, നോർമൽ റിയാക്ഷൻ ആവാം, അങ്ങനെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിളിൽ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടുവേർഡ്സ് ദി സെന്റർ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഫ്രിക്ഷൻ ആണ്. അണ്ടർസ്റ്റുഡ്? ഇനി r റേഡിയസിൽ v സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള, നിർബന്ധമായിട്ടും ആവശ്യമുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? mv²/r ആണ്. ക്ലിയർ അല്ലേ? യെസ്, mv²/r ആണ്. ഈ mv²/r എന്ന് പറയുന്നത് ഇവിടെ അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ അത് ഫ്രിക്ഷൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ അത് കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ശരിക്കുമുള്ള ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇത് ഈ mv²/r കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ മാത്രമേ സർക്കുലർ പാത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡിയാണോ? അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷനില്ല, ഈ കാറ് മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നോർമൽ റിയാക്ഷനും mgയുടെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതെന്താണ്? ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്രിക്ഷനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണെന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് μ×n ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അണ്ടർസ്റ്റുഡ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? μ×mg എന്ന് എഴുതി കൂടെ? n പകരം mg എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇക്വേഷനിലേക്ക് വരുമ്പോൾ എന്താണ്? mv²/r is equal to ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? μmg ആണ്. is equal to μmg. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിൽ ഞാൻ മാസ് ക്യാൻസൽ ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക? v² is equal to r into μg എന്ന് വരും. v² is equal to r into μg, അഥവാ v is equal to root μrg. v is equal to root μrg. ഓക്കെ, v is equal to root μrg. ക്ലിയർ ആണോ? അപ്പോ മ്യൂ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ഉള്ള, മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള ഒരു റോട്ടിലൂടെ ഒരു കാർ സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് μrg ആയിരിക്കും. ഓക്കെ, r റേഡിയസും മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള ഒരു റോഡിലൂടെ നിങ്ങൾക്ക് v എന്ന് പറയുന്ന സ്പീഡിൽ പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ തിയറി, മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ലെവൽ ആയിട്ടുള്ള റോഡിലൂടെ സർക്കുലർ പാത്തിലൂടെ പോകുന്ന സമയത്ത്. അപ്പൊ ഇത് ഫുൾ ടൈം സർക്കിളിൽ കറങ്ങണമെന്നില്ല. അപ്പൊ നമ്മളൊക്കെ ശരിക്കും പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വളവ് എത്തുമ്പോൾ ആ വളവ് എന്താണ്? ഒരു സർക്കിൾ പോലെയാണ് അല്ലെ? ആ വളവ് വളഞ്ഞ് തിരിഞ്ഞാൽ പോകുന്ന ആ ഒരു ഭാഗം മാത്രം സർക്കിൾ പോലെയാണ്.
അപ്പോൾ ഈ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു വളവ് വളച്ച് കാറിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാൻ പറ്റുമോ? ഒരു വളവിലൂടെ എത്ര സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിലും വളച്ച് പോകാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക, പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു mv²/r. v എന്ന് പറയുന്ന സ്പീഡിൽ സർക്കുലർ മോഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത്രയും സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ നിങ്ങൾ ഹൈ സ്പീഡിൽ വളച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, അത്രയധികം സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഫ്രിക്ഷനെ കൊണ്ടാവുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഫ്രിക്ഷനെ കൊണ്ടാവുമോ നോക്കണം. അവിടെയാണ് എന്ത് തിയറി വരുന്നത്? മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ലെവൽ ആയിട്ടുള്ള റോഡിലൂടെ വളച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്, അത് ജസ്റ്റ് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രിപിറ്റൽ ഫോഴ്സ്, റിക്വയർഡ് ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണ്? mv²/r ആണ്. അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് μ×n ആണ്. ശരിയല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? μ×n ആണ്. അണ്ടർസ്റ്റുഡ്? സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഗ്രേറ്റർ ആയിരിക്കണം? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mv²/r ആയിരിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mv²/r ആയിരിക്കണം. അതിന്റെ റീസൺ മനസ്സിലായില്ലേ? mv²/r എന്ന് പറയുന്നതാണ് റിക്വയർഡ് ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് കൊടുക്കാൻ ഫ്രിക്ഷനെ കൊണ്ടാവണം. അപ്പൊ ഫ്രിക്ഷൻ, റോട്ടിലുള്ള ഫ്രിക്ഷന്റെ വാല്യൂ ഈ സർക്കിൾ കറങ്ങാനുള്ള കാറിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സിനേക്കാൾ ഒന്നെങ്കിൽ ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം. കുറഞ്ഞു പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സർക്കുലർ പാത്തിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് ആ സർക്കുലർ പാത്ത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ആവശ്യത്തിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവില്ല, നിങ്ങൾ തെറിച്ച് പുറത്തേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ എഴുതിയ പോലെ നമുക്ക് ഇവിടെ എഴുതാം μ×mg ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mv²/r. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എമ്മും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? μ×g ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v²/r, അല്ലെങ്കിൽ v² ലെസ് ദാൻ ഓർ ഈക്വൽ ടു μrg. ക്ലിയർ ആവുന്നുണ്ടോ? ഓർ v ലെസ് ദാൻ ഓർ ഈക്വൽ ടു √μrg. v ലെസ് ദാൻ ഓർ ഈക്വൽ ടു √μrg. അണ്ടർസ്റ്റുഡ്? v ലെസ് ദാൻ ഓർ ഈക്വൽ ടു √μrg എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാക്സിമം സ്പീഡ്, അലൗഡ് ആയിട്ടുള്ള മാക്സിമം സ്പീഡ് എത്രയാണ്? √μrg ആണ്. നിങ്ങൾക്ക് ഒരു വളഞ്ഞ റോട്ടിലൂടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള ഒരു വളഞ്ഞ റോട്ടിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് √μrg ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും ഇടക്കിടക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. ഇതുപോലെ തന്നെ അടുത്തൊരു ഡെറിവേഷൻ വരുന്നുണ്ട്, അത് ഇതിനേക്കാൾ കൂടുതൽ തവണ ചോദിക്കാറുള്ളതാണ്. ക്ലിയർ ആയില്ല ഐഡിയ? ഇത് ഏതിലാണ്? ലെവൽ റോഡിലാണ് ഈ കേസ് ഏതിലാണ്? ലെവൽ റോഡിലാണ്. ഓക്കെ, ഇനി μ0 ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡിലെ മാക്സിമം വെലോസിറ്റി 0 ആയിരിക്കും. μ0 ആണെങ്കിൽ മാക്സിമം വെലോസിറ്റി 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കുലർ പാത്തിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, നടക്കാൻ പോലും പറ്റില്ല, പിന്നെയാണ് വണ്ടി ഓടിക്കുന്ന കാര്യം. ശരിയല്ല? അപ്പൊ ഫ്രിക്ഷൻ ഇല്ലാതെ മൂവ്മെന്റ് ഒന്നും പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ബാങ്ക് ചെയ്ത റോഡിൽ എന്താണ് ബാങ്ക് ചെയ്ത റോഡ്? ദി ഫിനോമിനൻ ഓഫ് റേസിംഗ് ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ റോഡ് തന്നെ ഇതിന്റെ ഔട്ടർ എഡ്ജിന്റെ ഹൈറ്റ് കൂട്ടുക. അതായത് ഔട്ടർ എഡ്ജിന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് എങ്ങനെ ആക്കുക? ഈ രൂപത്തിൽ റോഡാക്കി മാറ്റുക. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ പോലെ ആക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ബാങ്കിങ് എന്ന് വിളിക്കുക. ഓക്കെ, അതിനാണ് ബാങ്കിങ് എന്ന് വിളിക്കുക. ഇനി വി ക്യാൻ റെഡ്യൂസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രിക്ഷൻ ടു ദ സർക്കുലർ മോഷൻ ഓഫ് ദി കാർ ഇഫ് ദ റോഡ് ഈസ് ബാങ്ക്. റോഡ് ഇങ്ങനെ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കേസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ മാത്രമാണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സിന് വേണ്ടി പണിയെടുക്കുന്നത്, അല്ലെ? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെ ഫ്രിക്ഷൻ മാത്രമാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് ബാങ്കിങ്ങിൽ സാധിക്കും. അപ്പൊ ഇതാണ് ബാങ്കിങ് ഓഫ് റോഡിന്റെ എക്സാമ്പിൾ. എന്തിന്റെ എക്സാമ്പിൾ? ബാങ്കിങ് ഓഫ് റോഡിന്റെ എക്സാമ്പിൾ. ക്ലിയർ അല്ലേ?
ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്? എം ജി നേരെ താഴേക്ക്, ശരിയല്ലേ? എം ജി നേരെ താഴേക്ക്. എം ജിയുടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫ്രിക്ഷന്റെ വാല്യൂ എങ്ങോട്ടാണ്? ഫ്രിക്ഷൻ നേരെ ഉള്ളിലേക്ക്, ഫ്രിക്ഷൻ നേരെ അകത്തോട്ടാണ് വരിക. കാരണം എന്താണ്? നമ്മൾ സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനാണ് ടെൻഡൻസി, കാർ തെറിച്ച് പുറത്തേക്ക് പോകാനാണ് ടെൻഡൻസി. സോ ആ റിലേറ്റീവ് മോഷനാണ് ആര് അപ്പോസ് ചെയ്യുക? ഫ്രിക്ഷൻ അപ്പോസ് ചെയ്യുക. ആ റിലേറ്റീവ് മോഷനാണ് ഫ്രിക്ഷൻ അപ്പോസ് ചെയ്യുക. ഫ്രിക്ഷന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഫ്രിക്ഷൻ ആകെ ഒരു ആഗ്രഹമുള്ളൂ, ഈ രണ്ട് സർഫസുകൾ തമ്മിൽ മൂവ് ചെയ്യാൻ പാടില്ല. അതാണ് ഫ്രിക്ഷന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് നേരെ താഴേക്കാണ്. നേരെ താഴേക്കായിരിക്കും എന്ത് ആക്ട് ചെയ്യുക? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി വേറെ എന്തൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്? എം ജി താഴേക്കുണ്ട്. അതേപോലെ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, കാർ ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷന്റെ ഒരു കോമ്പോണന്റ് എൻ കോസ് തീറ്റ നേരെ മേലേക്ക് ഉണ്ടാകും. അതേപോലെ എഫിന്റെ ഒരു കോമ്പോണന്റ് എഫ് സൈൻ തീറ്റ താഴേക്ക് ഉണ്ടാകും. അണ്ടർസ്റ്റുഡ്? എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന കോമ്പോണന്റ് നേരെ താഴേക്ക്. അങ്ങനെയാണെങ്കിൽ ടുവേർഡ്സ് ദി സെന്റർ ഉള്ള കോമ്പോണൻസ് ഏതൊക്കെയാ? എന്നിന്റെ എൻ കോസ് തീറ്റ മേലേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളത് ഏതാ? എൻ സൈൻ തീറ്റ ആയിരിക്കും. അതേപോലെ എഫ് സൈൻ തീറ്റ താഴേക്കാണെങ്കിൽ ഫ്രിക്ഷന്റെ ഇങ്ങോട്ടേക്കുള്ള കോമ്പോണന്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഏതൊക്കെയാണ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് നോക്കുക. വെർട്ടിക്കൽ ഡയറക്ഷനിൽ കാർ എങ്ങോട്ടും പോകുന്നില്ല, കാർ നേരെ മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ല. അതിനർത്ഥം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാം. മുകളിലേക്കുള്ള ഫോഴ്സ് എൻ കോസ് തീറ്റ ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സുകളുടെ സമ്മ്. അത് ഏതൊക്കെയാണ്? എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാങ്ക്ഡ് റോഡിൽ, ഫ്രിക്ഷൻ ഉള്ള ബാങ്ക്ഡ് റോഡിലെ ഡെറിവേഷൻ ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഈ ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയഗ്രാം വരയ്ക്കുക. ഫ്രിക്ഷൻ നേരെ താഴേക്ക്, നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് എം ജി നേരെ താഴേക്ക്. എന്നിട്ട് നോർമൽ റിയാക്ഷനെ റിസോൾവ് ചെയ്യുക, എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ. ഫ്രിക്ഷനെ റിസോൾവ് ചെയ്യുക, എഫ് സൈൻ തീറ്റ എഫ് കോസ് തീറ്റ. എന്നിട്ട് ആദ്യം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ എഴുതുക. ഓക്കെ, ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളൊക്കെ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ ഫോഴ്സസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ടുവേർഡ്സ് ദി സെന്റർ ഉള്ള ഫോഴ്സുകളാണ് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? ടുവേർഡ്സ് ദി സെന്റർ ആയിട്ടുള്ള ഫോഴ്സുകളാണ് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ടുവേർഡ്സ് സെന്ററുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാ? ഒന്ന് ഏതാണ്? നോർമൽ റിയാക്ഷന്റെ എൻ സൈൻ തീറ്റ കോമ്പോണന്റ്, എൻ സൈൻ തീറ്റ കോമ്പോണന്റ് പ്ലസ് എഫ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു രണ്ടും കൂടിയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ടുള്ള എം വി സ്ക്വയർ ബൈ ആർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, എം വി സ്ക്വയർ ബൈ ആർ പ്രൊവൈഡ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ഇവിടത്തെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? മാക്സിമം സ്പീഡ്. ഇങ്ങനെ ഒരു ട്രാക്കിലെ ബാങ്ക് ചെയ്ത റോഡിലെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഓക്കെ, കാരണം ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്, സെയിം ഡെറിവേഷൻ തന്നെ വീണ്ടും വീണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. റെഡി അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ നോക്കുക, എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഉണ്ട്, ശരിയല്ലേ? ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാം. മാക്സിമം പോസിബിൾ സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. അപ്പൊ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം? നമ്മുടെ കയ്യിൽ രണ്ട് ഡയറക്ഷനിലുള്ള ഫോഴ്സുകളുടെ ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഏതാണ്? എൻ കോസ് തീറ്റ is equal to n cos theta is equal to mg plus f sin theta. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ വേറെ ഒന്നുമല്ല, n sin theta plus f cos theta is equal to mv square divided by r. Okay, so മാത്രമല്ല നമുക്ക് ഒരു കാര്യം കൂടെ, for maximum speed നമ്മൾ എന്തെടുക്കും? മാക്സിമം ഫ്രിക്ഷൻ എടുക്കും, അല്ലെ? മാക്സിമം ഫ്രിക്ഷൻ ഉള്ളപ്പോഴാണ് മാക്സിമം സ്പീഡിൽ വണ്ടിക്ക് പോകാൻ പറ്റുക. എന്താണ് മാക്സിമം ഫ്രിക്ഷന്റെ വാല്യൂ? മാക്സിമം ഫ്രിക്ഷന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ച mu into n ആണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n cos theta is equal to mg plus mu into n into sin theta എന്നാകും. അതേപോലെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? n sin theta plus
mu into n into cos theta is equal to mv square divided by r. ഇപ്പൊ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ആകെ ചെയ്ത കാര്യം ഫ്രിക്ഷന് പകരം എന്ത് ചെയ്തു? mu into n കൊടുത്തു. ഫ്രിക്ഷന് പകരം mu into നോർമൽ റിയാക്ഷൻ കൊടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഫ്രിക്ഷന് പകരം mu into എന്ത് കൊടുത്തു? നോർമൽ റിയാക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഇപ്പൊ ഈ ഇക്വേഷനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ 2 എന്ന് വിളിക്കുകയാണ്. ഇനി 1 എന്നുള്ള ഇക്വേഷൻ തന്നെ ഞാൻ അതിനെ മാറ്റി എഴുതുകയാണ്. ഈ mu n sin തീറ്റയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? n into mu n sin തീറ്റയെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് n എന്താക്കി എടുക്കാം? കോമൺ ആക്കി എടുക്കാം. കോമൺ ആക്കി എടുത്താൽ എന്ത് ബാക്കി ഉണ്ടാകും? cos തീറ്റ മൈനസ് mu sin തീറ്റ ഇസ് ഈക്വൽ ടു mg എന്നുണ്ടാവും. ശരിയല്ലേ? 1 എന്നുള്ള ഇക്വേഷനിൽ mu n sin തീറ്റയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് n കോമൺ ആക്കി എടുത്താൽ ബാക്കി cos തീറ്റ മൈനസ് mu n sin തീറ്റ ഇസ് ഈക്വൽ ടു mg അവിടെ ബാക്കിയുണ്ട്. ഇതേ പരിപാടി ഞാൻ സെക്കൻഡ് ഇക്വേഷനിലും ആവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ആവർത്തിക്കണമെന്ന് ഓൾറെഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? n പുറത്തേക്ക് കോമൺ ആക്കി എടുക്കാം. ശരിയല്ലേ? n എന്താക്കി എടുക്കാം? കോമൺ ആക്കി എടുക്കാം. n ഞാൻ കോമൺ ആക്കി എടുക്കുകയാണ്. സോ n into sin തീറ്റ പ്ലസ് mu cos തീറ്റ is equal to mv square divided by r. ഓക്കെ, ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻസിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ് 3 and 4. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? എനിക്ക് നോർമൽ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 3 divided by 4 ആണ്. 3ഉം 4ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ n-ഉം n-ഉം ക്യാൻസൽ ആയി പോകും. എന്തൊക്കെയാ ഉണ്ടാവുക? n into ലെഫ്റ്റ് സൈഡിൽ നോക്കുക, cos തീറ്റ മൈനസ് mu sin തീറ്റ ഡിവൈഡഡ് ബൈ n into sin തീറ്റ പ്ലസ് mu cos തീറ്റ. sin തീറ്റ പ്ലസ് mu cos തീറ്റ is equal to റൈറ്റ് സൈഡിൽ mg ഡിവൈഡഡ് ബൈ mv സ്ക്വയർ ബൈ r. mg ഡിവൈഡഡ് ബൈ mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r. അപ്പൊ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? ഇവിടെ n-ഉം n-ഉം ഡിവൈഡ് ചെയ്ത് പോകും. n-ഉം n-ഉം ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? cos തീറ്റ മൈനസ് mu sin തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ പ്ലസ് mu cos തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവുക? മാസം എന്തായി പോകും? ഡിവൈഡ് ചെയ്ത് പോകും. ശരിയല്ലേ? മാസും എന്തായി പോകും? ഡിവൈഡ് ചെയ്ത് പോകും. ബാക്കി ഈ r എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകും. അവിടെ എന്ത് വരും? rg ഡിവൈഡഡ് ബൈ v സ്ക്വയർ എന്ന് വരും. ഓക്കെ, rg ഡിവൈഡഡ് ബൈ v സ്ക്വയർ. ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ? rg ഡിവൈഡഡ് ബൈ v സ്ക്വയർ എന്ന് വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷനെ ഡിവൈഡ് ബൈ cos തീറ്റ. ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ബൈ cos തീറ്റ. cos തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. cos തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? cos തീറ്റ ബൈ cos തീറ്റ എന്താകും? 1 ആകും. മൈനസ് mu into sin തീറ്റ ബൈ cos തീറ്റ എന്താകും? mu into tan തീറ്റ ആകും. ഡിവൈഡഡ് ബൈ അഗൈൻ ഇവിടെ എന്തുണ്ട്? sin തീറ്റ ബൈ cos തീറ്റ അതെന്താകും? tan തീറ്റ ആകും. പ്ലസ് mu cos തീറ്റ ബൈ cos തീറ്റ അതെന്താണ്? mu തന്നെയാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അത് അതേപോലെ തന്നെ ഉണ്ട്. rg ഡിവൈഡ് ബൈ v സ്ക്വയർ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ്. അത് ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? v സ്ക്വയർ ഡിവൈഡഡ് ബൈ rg ഈസ് ഈക്വൽ ടു, രണ്ട് ഭാഗത്ത് ഞാൻ റെസിപ്രോക്കൽ എടുക്കുകയാണ്. എന്താണ് കിട്ടുക? mu പ്ലസ് tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu tan തീറ്റ. അവിടെ നിന്ന് എനിക്ക് എന്ത് എഴുതാം? v സ്ക്വയർ ഇസ് ഈക്വൽ ടു, അവിടെ നിന്ന് v സ്ക്വയർ ഇസ് ഈക്വൽ ടു rg ഇൻറ്റു mu പ്ലസ് tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu tan തീറ്റ. ഓക്കെ, ഫൈനലി നമുക്ക് എന്ത് എഴുതാം? v മാക്സ് ഇസ് ഈക്വൽ ടു, ഒരു ബാങ്ക്ഡ് റോഡിൽ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് റേഡിയസ് ഇൻറ്റു g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മൾട്ടിപ്ലൈഡ് ബൈ mu plus tan theta divided by 1 minus mu tan theta. ഓക്കെ, 1 മൈനസ് mu tan theta. ഇതാണ് ബാങ്ക്ഡ് റോഡിലെ മാക്സിമം സ്പീഡ്. ക്ലിയർ ആയില്ലേ? ഈ ഡെറിവേഷൻ ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. പല തവണ ബോർഡ് എക്സാമിന് സെയിം ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ ഡെറിവേഷൻ ഇതാണ്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഡയഗ്രത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു കാറിനെ വരയ്ക്കുക.
ആ കാറിന്റെ താഴേക്ക് mg ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട്, താഴേക്ക് ഫ്രിക്ഷൻ ഉണ്ട്. എന്നിട്ട് ടുവേർഡ്സ് ദി സെന്ററും അതേപോലെ വെർട്ടിക്കൽ ഡയറക്ഷനും കോമ്പോണൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. ആ രണ്ട് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതുക. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം സ്പീഡാണ്. മാക്സിമം സ്പീഡാണ് വേണ്ടത്. അപ്പോൾ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നോർമൽ റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഫ്രിക്ഷന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, μn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നോർമൽ റിയാക്ഷൻ നമുക്ക് ആ ഇക്വേഷൻസിൽ നിന്നും ഒഴിവാക്കണം. അതിനുവേണ്ടി ഞാൻ നോർമൽ റിയാക്ഷൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ ഞാൻ ആ ഇക്വേഷൻസ് രണ്ടും ഡിവൈഡ് ചെയ്തു, നോർമൽ റിയാക്ഷൻ പോയി. ബാക്കി ഉള്ളതിൽ നിന്ന് വരുന്ന ഇക്വേഷനിൽ അഗൈൻ കോസ് തീറ്റ വെച്ചിട്ട് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഫൈനൽ ഫോമിലെത്തി. അവിടെ നിന്ന് v is equal to √(rg) into mu plus tan theta by 1 minus mu tan theta. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറയാം, ഇഫ് mu is equal to 0 എന്ന് വെച്ചാൽ ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ, ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും മാക്സിമം വെലോസിറ്റി? മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് √(rg) into 0 plus tan theta divided by 1 minus 0 ഇങ്ങനല്ലേ വരിക. ദിസ് ഇസ് ഈക്വൽ ടു എന്താണത്? ഫ്രിക്ഷൻ ഇല്ലാത്ത ബാങ്ക്ഡ് റോഡ് ആണെങ്കിൽ √rg tan theta ആണ് മാക്സിമം സ്പീഡ്. √rg tan theta ആണ് മാക്സിമം സ്പീഡ്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, അതാണ് വിത്തൗട്ട് ഫ്രിക്ഷൻ. സോ സ്പീഡ് ഓഫ് ദ കാർ ബാങ്ക്ഡ് റോഡിൽ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അലൗഡ് ആയിട്ടുള്ള സ്പീഡ് എത്രയാണ്? √rg tan theta ആണ്. √rg tan theta ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ലോസ് ഓഫ് മോഷൻ, മൊമെന്റം എന്താണെന്ന് പഠിച്ചു. മൊമെന്റത്തിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് എന്താണ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, അതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ് F = m എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഇമ്പൾസ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഫ്രിക്ഷൻ എന്താണ്, അതിന്റെ രണ്ട് ടൈപ്പ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഫ്രിക്ഷന്റെ ഗ്രാഫ് എന്താണ്. ഓക്കെ, ഫ്രിക്ഷന്റെ വാല്യൂ മാറുന്ന ഗ്രാഫ് എന്താണ്, പിന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്. ദെൻ ഫൈനലി നമ്മൾ എവിടെ എത്തി? സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഈ കാറിന്റെ മോഷനാണ്. അത് ലെവൽ റോഡിലും ബാങ്ക്ഡ് റോഡിലും ഈ രണ്ട് ഡെറിവേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. A vehicle of mass is moving on a banked road of radius r. Banked road of radius r. What are the various forces acting on the vehicle? What are the various forces acting on the vehicle? ഒരു മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുള്ളൂ. ബാങ്ക്ഡ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഗർ ഇവിടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇതേപോലെ ചെരിച്ചൊരു ചിത്രം നിങ്ങൾക്ക് തരും. അതിൽ റേഡിയസും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ആർ ദി വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി കാർ എന്ന് ചോദിച്ചാൽ ഫ്രിക്ഷൻ ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതേപോലെ mg ഉണ്ട്. ഈ കംപ്ലീറ്റ് ഫിഗർ അവിടെ വരച്ചു വെക്കുക. ഈ കംപ്ലീറ്റ് ഫിഗർ അവിടെ വരച്ചു വെച്ചാൽ തന്നെ അതിന്റെ മേലെയുള്ള എല്ലാ ഫോഴ്സുകളുമായി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കിട്ടും. ഓക്കെ, അത്ര ചെയ്താൽ മതി. രണ്ടാമത്തത്, ഒബ്റ്റെയിൻ an expression for maximum safe speed of the vehicle in a banked road. ഇപ്പൊ ചെയ്തല്ലോ ഈ സാധനം തന്നെ. ഇതാണ് ചെയ്യേണ്ടത്. ബാങ്ക്ഡ് റോഡിലെ മാക്സിമം സ്പീഡിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ ചോദിച്ച വർഷം കണ്ടോ? 2020 3 മാർക്കിന്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ല, ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വരെ എങ്ങനെ എത്തണം എന്നുള്ളത് എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 meter is banked at an angle 15 degree of the if the coefficient between the wheels of the car and the road is 0.5, what is the optimum speed of the car? അപ്പൊ അതൊരു പുതിയ ചോദ്യമായിരിക്കും. അത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ തിയറി പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ദി ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ കാർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒപ്റ്റിമം സ്പീഡ് എന്ന പേര് അതിനെ വിളിച്ചിട്ടില്ല. അപ്പൊ നോക്കാം അതെന്താണ്. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡിലൂടെ കാറ് പോകുന്ന സമയത്ത് ടയറിൽ തേയ്മാനം വരുന്നുണ്ട്. മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ് ട്രാക്കിൽ നിന്ന് തെറിച്ച് പോകാതിരിക്കാനുള്ള മാക്സിമം ലിമിറ്റ് ആണത്. പക്ഷേ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനമൊക്കെ കുറച്ചുകൊണ്ട് ഏറ്റവും ഒപ്റ്റിമം രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലുള്ള മാക്സിമം സ്പീഡ് അത്, പക്ഷെ ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ rg tan theta. അപ്പോൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ പോകുന്നതിന് തുല്യമായ സ്പീഡ്. ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സ്പീഡ് എന്തായിരിക്കുമോ, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസിലെ മാക്സിമം സ്പീഡ് എന്തായിരിക്കും, ഫ്രിക്ഷൻ ഉള്ള റോഡിലും അതേ സ്പീഡിൽ പോയാൽ, ഫ്രിക്ഷൻ ഉള്ള റോഡിലും ബാങ്ക് ചെയ്ത ഫ്രിക്ഷൻ ഉള്ള റോഡിലും അതേ സ്പീഡിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം വരില്ല,
റോഡിൽ നിന്നുള്ള ഫ്രിക്ഷന്റെ സഹായം ആവശ്യം വരില്ല. റോഡിൽ നിന്നുള്ള ഫ്രിക്ഷന്റെ സഹായം ആവശ്യം വരില്ല, നിങ്ങളുടെ ടയറിന്റെ തേയ്മാനം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ 0 ആയിരിക്കും. അപ്പൊ ടയർ തേയുന്നതൊക്കെ കുറയാൻ പറ്റും. ഒപ്റ്റിമം സ്പീഡ് നമുക്ക് ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഒപ്റ്റിമം സ്പീഡ് വി ഒപ്റ്റിമം. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ഒപ്റ്റിമം സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? V is equal to √RG tan θ ചെയ്താൽ മതി. √RG tan θ ചെയ്താൽ മതി. പക്ഷെ മാക്സിമം സേഫ് സ്പീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അതെന്തായാലും ഡിറൈവ് ചെയ്യിക്കും, നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യനിൽ അത് എന്തായാലും എക്സാമിന് ഡിറൈവ് ചെയ്യിപ്പിക്കും. അപ്പൊ അത് അതേപോലെ എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് 300 മീറ്റർ, G എന്ന് പറയുന്നത് 9.8. നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് 9.8 എന്ന് എടുക്കാം. 9.8 ഇൻറ്റു 15 ഡിഗ്രിയാണ് ബാങ്കിങ്. അപ്പൊ എന്ത് ചെയ്യണം? tan 15 കൊടുക്കണം. tan 15 ഡിഗ്രി. ഈ വാല്യൂ കാൽക്കുലേറ്ററിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അണ്ടർസ്റ്റുഡ്? സോ ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം. എന്താണ് മാക്സിമം സേഫ് സ്പീഡും എന്താണ് ഒപ്റ്റിമം സ്പീഡും? മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ, അതായത് റോഡിൽ നിന്ന് തെറിച്ച് പോകുന്നത് ഒഴിവാക്കാനുള്ള മാക്സിമം ലിമിറ്റ് ആണ്. അതിൽ കൂടുതൽ പോവരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അവിടം വരെ പോകേണ്ട ആവശ്യമില്ല. ഒരു ഒപ്റ്റിമം സ്പീഡിൽ യാത്ര ചെയ്താൽ നിങ്ങളുടെ കാറിന്റെ ടയറിന്റെ തേയ്മാനം ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതാണ് √RG tan θ. ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ ആണ്. അപ്പൊ 2020 ഇംപ്രൂവ്മെന്റ് എത്ര മാർക്കായി? 5 മാർക്കായി. നെക്സ്റ്റ് വൺ, യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. ഡിറൈവ് ദ ഇക്വേഷൻ F is equal to ma. ഇപ്പൊ പഠിച്ചില്ലേ എങ്ങനെയാണ് F equal to ma ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ F equal to ma ഡിറൈവ് ചെയ്യുക? എല്ലാവരും പഠിച്ച കാര്യമില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡെറിവേഷൻ കോമൺ ആയിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം ഒരുപാട് സ്ഥലത്ത് സെയിം എന്ത് കാണാൻ പറ്റും? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ F equal to ma യുടെ ഡെറിവേഷൻ. F equal to ma ഡിറൈവ് ചെയ്യുന്ന മെത്തേഡാണിത്. അപ്പൊ ഇതും പഠിച്ചു വെക്കുക. ഇതും സ്ഥിരമായിട്ട് ലോസ് ഓഫ് മോഷനിൽ നിന്ന് ചോദിക്കുന്ന സാധനമാണ്. ക്ലിയർ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി അടുത്തത്, സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഇസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ മിസ്സിംഗ് ആണ്, ബട്ട് കുഴപ്പമില്ല, നമുക്കറിയാം എന്താണ് ഫിഗർ എന്നുള്ളത് അല്ലെ? എന്താണ് ബാങ്ക്ഡ് റോഡിൽ കാർ നിൽക്കുന്ന ഫിഗർ? എന്താ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വരക്കുക, എന്നിട്ട് അതിന്റെ മേലെ ഒരു കാർ വരക്കുക. കഴിഞ്ഞു. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ ഫോഴ്സസ് ഇൻ ദ ഫിഗർ. ഫിഗറിലെ പേരുകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് വരാൻ പോകുന്നതിലുള്ള? ഒന്ന്, നോർമൽ റിയാക്ഷൻ അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാൽ ഒന്നും കൂടെ എടുത്ത് എഴുതാണ്. രണ്ടാമത്തത് ഗ്രാവിറ്റി. മൂന്നാമത്തത് ഫ്രിക്ഷൻ. ഈ 3 ഫോഴ്സുകളാണ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇത് 3 ശരിക്കുള്ള ഫോഴ്സുകൾ. ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന 3 ശരിക്കുള്ള ഫോഴ്സുകൾ ഇതാണ്. ഇതില് ടുവേർഡ്സ് ദി സെന്റർ ഉള്ള ഫോഴ്സ് ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ആ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് 4മതൊരു ഫോഴ്സ് വരാനില്ല. ഇവരുടെ 3 പേരുടെയും ടുവേർഡ്സ് ദി സെന്റർ ഉള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ്? അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അല്ലാതെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വ്യക്തി വരുന്നതല്ല. ഉള്ള ഫോഴ്സുകളിൽ ടുവേർഡ്സ് ദി സെന്റർ ഉണ്ടാവുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് ദ ഫോഴ്സസ് ഓഫ് ദി കാർ അലോങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ചെയ്തല്ലേ? എത്ര നോക്ക്? 2 മാർക്ക് അഗൈൻ ദേ ഇവിടെ ഉണ്ട്. യെസ്, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. അപ്പൊ ഇത് പഠിച്ച ഒരു കുട്ടിക്ക് ഈ ഒരു ഡെറിവേഷൻ പഠിച്ചാൽ പല രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇനി ഞാനത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അത് നമ്മൾ പഠിച്ചാണ്. എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് magnitude of limiting friction is independent of area of contact. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ആണ്. രണ്ടാമത്തത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പൊ നമ്മുടെ ഫോക്കസ് ഏരിയ വളരെ ഫോക്കസ്ഡ് ആണ്. മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന്, അതേപോലെ ഇനി വരാനിരിക്കുന്നതും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇസ് 0 then its momentum is conserved. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നേരത്തെ കാണിച്ച ഡെഫിനിഷൻ എഴുതാം. അതായത് ഫോർ an isolated system momentum is conserved if external forces acting. ഫോർ an isolated system എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, പുറത്തുനിന്ന് ആരും സ്വാധീനിക്കാത്ത ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും.
ഓക്കെ, അതിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം 0 ആയിരിക്കും. അതാണ് എന്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആ സെന്റൻസ് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ എഴുതി ചേർക്കാം. ഇഫ് f external is equal to 0, then change in momentum will be 0. ഓക്കെ, ആ സെന്റൻസ് ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം ഇതും കൂടെ എഴുതി ചേർത്താൽ കംപ്ലീറ്റ് ആയി. Clear? Next one. Static friction comes into play at the moment force is applied. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരും. കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനെ എതിർക്കാൻ നോക്കാം? റിലേറ്റീവ് മോഷനെ, അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയെ, ആ ഒരു ടെൻഡൻസി ഓഫ് മോഷനെയാണ് എതിർക്കുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. എന്താണ് ആൻസർ? ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താ? മ്യൂ ഇൻറ്റു എൻ ആണ്. ശരിയല്ലേ? Fs is equal to mu s into n. Fs is equal to mu s into n. Second one, determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between box and the train's floor is 0.15. Determine the maximum acceleration of a train. അപ്പോൾ ഒരു ട്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ട്രെയിനിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ മാക്സിമം ആക്സിലറേഷൻ ആണ് ചോദിച്ചത്. ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. ആ ബോക്സ് എന്ത് ചെയ്യണം? സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം. ഗിവൺ ദാറ്റ് ദി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോക്സ് ആൻഡ് ട്രെയിൻസ് ഫ്ലോർ ഇസ് 0.15. ഇവർക്കിടയിലുള്ള മ്യൂ എസ് എന്ന് പറയുന്നത് 0.15 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമ്മൾ ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. 0.15 ആണെങ്കിൽ മാക്സിമം ആക്സിലറേഷൻ എന്താണ്? കണ്ടീഷൻ എന്താണ്? ഈ ബോക്സ് മൂവ് ചെയ്യാൻ പാടില്ല. ഈ ബോക്സ് ഇതിന്റെ അകത്ത് നിന്ന് മൂവ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. അപ്പൊ മ്യൂ ഇസ് ഈക്വൽ ടു 0.15 ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താ? വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതായത് Fs എന്ന് പറയുന്ന സാധനം, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, ഈ സർഫസിന് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ, ഈ സർഫസിന് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ? അപ്പൊ നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്യാണ്? ട്രെയിൻ മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് പാടില്ല? റിലേറ്റീവ് മോഷൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ട്രെയിൻ മുന്നിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ബോക്സ് സ്വാഭാവികമായിട്ട് നമ്മൾ ട്രെയിൻ മുന്നിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ബോക്സ് പിറകിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുക, അല്ലെ? ബോക്സ് പിറകിലേക്കാണ് പോകാൻ ടെൻഡൻസി, കാരണം ട്രെയിനാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. സോ ഇവിടെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ബോക്സിന്റെ മേലെ അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ ബോക്സിന്റെ മേലെ അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. കാരണം എന്താ? റിലേറ്റീവ് മോഷനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ട്രെയിനിനെ എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷെ ബോക്സിനെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ ബോക്സും ട്രെയിനിന്റെ സർഫസും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബോക്സും സർഫസും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യും. എങ്ങനെ? ഫ്രിക്ഷൻ നമ്മുടെ ബോക്സിനെ ട്രെയിനിന്റെ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഇത് രണ്ടും, ട്രെയിൻ പോകുന്നതിനനുസരിച്ച് ബോക്സും അതേപോലെ പോകും. അവർക്കിടയിൽ എന്തുണ്ടാവില്ല? റിലേറ്റീവ് മോഷൻ ഉണ്ടാവില്ല. സോ ഇതാണ് നമ്മുടെ ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ഇവിടുത്തെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ മാക്സിമം ആക്സിലറേഷൻ ആണ് ചോദിച്ചത്. അണ്ടർസ്റ്റുഡ്? ട്രെയിനിന്റെ മാക്സിമം ആക്സിലറേഷൻ. അപ്പൊ ട്രെയിനിന്റെ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതേ ആക്സിലറേഷൻ തന്നെ ആർക്ക് കിട്ടും? നമ്മുടെ ബോക്സിനും കിട്ടും. രണ്ടാളും കോമൺ ആക്സിലറേഷനിൽ സ്ലിപ്പ് ചെയ്യാതെ, സ്ലൈഡിങ് ഇല്ലാതെ ഒരുമിച്ച് വേണം മൂവ് ചെയ്യാൻ. ഓക്കെ, എങ്കിൽ മാത്രമാണ് ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. സോ എത്രയാണോ ഈ ബോക്സിന് ഫ്രിക്ഷന് കൊടുക്കാൻ പറ്റുന്ന ആക്സിലറേഷൻ, ഫ്രിക്ഷന് നമ്മുടെ ബോക്സിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ എത്രയാണോ അത് തന്നെയാണ് ട്രെയിനിനും പോകാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ. അതിൽ കൂടുതൽ ആക്സിലറേഷൻ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിലേറ്റീവ് മോഷൻ ഉണ്ടാകും. കാരണം ഫ്രിക്ഷന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഉണ്ട്, അതിലും കൂടുതൽ പോകാൻ പറ്റില്ല. വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മ്യൂ എസ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. ഇനി ഈ ബോക്സിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് mg ഉണ്ട്, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? താഴേക്ക് mg, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? മ്യൂ mg ആണ്. മ്യൂ mg ആണ്. റെഡി അല്ലേ? therefore acceleration of the block. സോ ഈ ഒരു ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിന്റെ maximum acceleration of the
ബോക്സ് എന്ന് പറയുന്നത് മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ബോക്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ബോക്സ് വിച്ച് ഇസ് m. എന്ന് വെച്ചാൽ എന്താ വരിക? mu mg ഡിവൈഡഡ് ബൈ m വിച്ച് ഇസ് ഈക്വൽ ടു mu g. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. ഇതേ ആക്സിലറേഷനിലെ ട്രെയിനിനും പോകാൻ പറ്റുള്ളൂ. കണ്ടീഷൻ എന്താണ്? ബോക്സ് ട്രെയിനിന്റെ സർഫസിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം. അപ്പൊ ഫ്രിക്ഷന് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ ആണിത്. അത് തന്നെ ആയിരിക്കണം ട്രെയിനിന്റെ ആക്സിലറേഷൻ. therefore മാക്സിമം ആക്സിലറേഷൻ ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത്, മാക്സിമം ആക്സിലറേഷൻ ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? mu g തന്നെ ആയിരിക്കണം. മനസ്സിലായോ? ആ ലോജിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. mu g മാത്രമേ ട്രെയിന് പോകട്ടെ. mu g കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? mu g കൂടി കഴിഞ്ഞാൽ ഇത് ഇവർക്കിടയിൽ എന്തുണ്ടാക്കും? സ്ലിപ്പ് ഉണ്ടാകും, സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ട്രെയിനിന്റെ സർഫസിനും ബോക്സും തമ്മിൽ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ സ്ലിപ്പ് ചെയ്യാതിരിക്കാനുള്ള മാക്സിമം ആക്സിലറേഷൻ ആണ് ചോദിച്ചത്. ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, അതിനി പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ഇസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? ഇമ്പൾസ് എന്താ നോക്കുക, ആൻസർ പറയാ. എന്താണ് ഇമ്പൾസ്? ഇസ് ഈക്വൽ ടു SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്താ? ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ടൈമിന്റെ സെക്കൻഡ്സ്. സോ SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ്സ്. 2 billiard balls of each in opposite direction. Okay. 2 billiard balls each of mass 0.05 kilogram moving in opposite directions with speed 6 meter per second collide with the same speed. Collide and rebound with the same speed. What is the impulse imparted to each ball due to the other? Okay, അത് കൊളീഷൻ എന്ന് പറയുന്നതിൽ വരുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാമിന് വരുന്നതല്ല, കൊളീഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഗൈൻ ഇതെന്താണ്? മൊമെന്റം കൺസർവേഷൻ ഉപയോഗിച്ചിട്ട് കൊളീഷനിൽ ചെയ്യുന്നതാണ്. നമ്മൾ അത് സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ മാത്രം നോക്കിയാൽ മതി. എ ലൈറ്റ് ബുള്ളറ്റ് is fired from a heavy gun. A light bullet is fired from a heavy gun. Choose the correct statement. Speed of the gun and the bullet are equal. Light bullet is fired from a heavy gun. അപ്പോൾ ഒരു തോക്കിൽ നിന്ന് ഒരു ചെറിയൊരു ബുള്ളറ്റ് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഒരു തോക്കിൽ നിന്ന് ചെറിയൊരു ബുള്ളറ്റ് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തോക്ക് കൊണ്ട് വെടിവെക്കുന്ന സമയത്ത് ബുള്ളറ്റ് അങ്ങോട്ടും തോക്ക് ചെറുതായിട്ട് പിറകോട്ടും പോകും. ശരിയല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ സിനിമയിലൊക്കെ വെടിവെക്കുന്ന സമയത്ത് തോക്ക് ചെറുതായിട്ട് പിറകോട്ടും പോകും. അതിന്റെ പേര് തന്നെ റീകോയിൽ ഓഫ് ഗൺ. അതിന്റെ പേരാണെന്ത്? റീകോയിൽ ഓഫ് ഗൺ. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ശരിയാണോ? ശരിയാണെന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? ശരിയല്ല. കാരണം ഇതിന്റെ മാസ് കൂടുതലാണ്, ഇതിന്റെ മാസ് കുറവാണ്. ഇനീഷ്യലി നമ്മുടെ തോക്ക് എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള ഒരു സാധനം, അതിന്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ വെടിവെക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനീഷ്യലി ഉണ്ടായിട്ടുള്ള മൊമെന്റം, ഇനീഷ്യലി ഉള്ള മൊമെന്റം തന്നെയാണ് ഫൈനലി ഉണ്ടാവുക. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം എത്രയാ? 0. ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ മൊമെന്റത്തിന്റെ സമ്മ്. ബുള്ളറ്റ് അങ്ങോട്ട് u വെലോസിറ്റിയിൽ പോയാൽ തോക്കിന്റെ വെലോസിറ്റി സപ്പോസ് v ആണെന്നിരിക്കട്ടെ, തോക്കിന്റെ വെലോസിറ്റി സപ്പോസ് v ആണെന്നിരിക്കട്ടെ. ഓക്കെ, സോ m ഇൻറ്റു v പ്ലസ് m ഇൻറ്റു u എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? 0 തന്നെ ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അതിനർത്ഥം നമുക്ക് പറയാം m ഇൻറ്റു v എന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം mu ന്റെ മാഗ്നിറ്റ്യൂഡ്. രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണ്ടേ? ഒന്നിന്റെ നെഗറ്റീവ് ആയിരിക്കണം മറ്റേത്. അതുകൊണ്ടാണ് രണ്ടും ആഡ് ചെയ്തപ്പോൾ 0 കിട്ടിയത്. നെഗറ്റീവ് തന്നെയാണ് വരിക. ഒന്ന് അങ്ങോട്ട്, മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ. സോ രണ്ടിന്റെ മൊമെന്റം ഓപ്പോസിറ്റ് ആയിരിക്കും. നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. പക്ഷേ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കണം. സ്പീഡ് എങ്ങനെയായാലും ഈക്വൽ ആവില്ല. മാസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും സ്പീഡ് ഒരിക്കലും ഈക്വൽ ആവില്ല. ഈ രണ്ട് ഇക്വേഷനിൽ ഒരാളുടെ തോക്കിന്റെ സ്പീഡ് കുറവായിരിക്കും, ബുള്ളറ്റിന്റെ നല്ല സ്പീഡ് ഉണ്ടാവും. ഇനി അപ്പോൾ അത് തെറ്റാണ്. ഫസ്റ്റത്തത് തെറ്റാണ്. Momentum of the bullet and the gun are equal in magnitude and opposite in direction. അത് ശരിയാണ് അല്ലെ? മൊമെന്റം ഓഫ് ദി ബുള്ളറ്റും ഗണ്ണും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? അത് ശരിയാണ്. മൊമെന്റം ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ് സെയിം ഇൻ ഡയറക്ഷൻ. അത് തെറ്റാണ്. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. വെലോസിറ്റി ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ, അതും തെറ്റാണ്. ഓക്കെ, 2 ആണ് ശരി. ബൈ യൂസിങ് എ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ എബവ് ആൻസർ. എബവ് ആൻസർ പ്രൂവ് ചെയ്യാൻ, അതായത് ബേസിക്കലി കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ.
കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ അത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ. നിങ്ങൾ ആ നോട്ട് ഒന്ന് മറിച്ച് നോക്കുക. കൺസർവേഷൻ ഓഫ് മൊമെന്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ആയിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ഇംപെൻഡിങ് മോഷൻ. അതായത് നടക്കാൻ പോകുന്ന മോഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുക. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്ടിങ് ബിറ്റ്വീൻ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യം തന്നെ വീണ്ടും 2019 എത്തിയപ്പം വീണ്ടും അതേ ചോദ്യം വന്നു. എന്താണ്? F is equal to mu into n. ഇത്രേ ഉള്ളൂ. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ Fs is equal to mu s into n. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ mu s കൊടുക്കണം, കൈനറ്റിക് ആണെങ്കിൽ k കൊടുക്കണം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വായിച്ചു നോക്കാം. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. Next one, kinetic friction depends on area of contact, but static friction do not. Static friction depends on area of contact. Both kinetic friction and static friction depend area of contact. Okay, അപ്പോൾ അത് ഏതാണ് ശരിയെന്ന് നമുക്ക് ചൂസ് ചെയ്യണം. ആൻസർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫ്രിക്ഷൻ എന്നുള്ളത് എന്തല്ല, ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. ഫ്രിക്ഷൻ എന്നുള്ളത് കൈനറ്റിക് ആണെങ്കിലും സ്റ്റാറ്റിക് ആണെങ്കിലും ഒക്കെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ അല്ല. നിങ്ങൾ നോക്കുക, Fs വാല്യൂ mu s into n ആണ്. ഇനി Fk വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? mu k into n ആണ്. ഇതിലൊക്കെ ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇതിലൊന്നും ഏരിയ വരുന്നില്ല. അതുകൊണ്ട് ബോത്ത് കൈനറ്റിക് and static friction are independent of area of contact. A mass rests on a horizontal plane. The plane is gradually inclined until an angle theta with the horizontal. The mass just begins to slide. Show that the coefficient of static friction between the block and the surface is equal to tan theta. Mu is equal to tan theta ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മുടെ മാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പതുക്കെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പൊക്കി കൊണ്ടുവരാൻ തുടങ്ങി. എന്നിട്ട് ജസ്റ്റ് സ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് mu ഈക്വൽ ടു ടാൻ തീറ്റ. ഇതിന് പ്രൂവ് ചെയ്യണം മക്കളെ, ആവശ്യമുണ്ടോ? ഇതല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന പേരൊക്കെ കൊടുത്തിട്ട് യെസ് ഇതാണ് സാധനം, mu ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിത്രം അടക്കം ഇത് ഇതേപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ കഴിഞ്ഞു. അതിലെ സി പാർട്ടും കഴിഞ്ഞു. അപ്പൊ നോക്കുക, ബോർഡ് എക്സാം എന്നുള്ളത് ഇതാണ്. കുറച്ച് ഡെറിവേഷൻസ് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് മെനി പാർട്ടിക്കിൾസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ് ഓൺ ദ സിസ്റ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിന് പ്രൊപ്പോർഷണൽ ആണ്? രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സ്, സം ഓഫ് ഇന്റേണൽ ഫോഴ്സസ്. എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ? എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സിലെ ഉത്തരം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. Next one, a car and a truck have same kinetic energy at a certain instant while they are moving along two parallel roads. Which one will have greater momentum? If the mass of truck is 100, ഒരു കാര്യം ചെയ്യാം, ഇത് എനിക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. കൈനറ്റിക് എനർജി പഠിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് എങ്ങനെയോ വഴിതെറ്റി ലോസ് ഓഫ് മോഷനിൽ എത്തിയതാണ്. ഓക്കെ, പേടിക്കണ്ട. Next one, to reduce friction and accident by skidding, the roads are banged at curves. Bagging of road-ലേക്ക് തിരിച്ചെത്തി. 2018. What is meant by bagging of roads? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ ഇൻക്ലിനേഷൻ കൂട്ടുക. റോഡിന്റെ ഇൻക്ലിനേഷൻ കൂട്ടുന്നതിന് പറയുന്ന പേരാണെന്ത്? ബാങ്കിങ് ഓഫ് റോഡ്. സോ ദ ഫിനോമിനൻ ഓഫ് റേസിംഗ് ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ്. Outer edge of the curved road above the inner edge is known as bagging of road. അതായത് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ പൊക്കി വെക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വിളിക്കുക. ഇതാണ് ഇന്നർ എഡ്ജ്, ഇത് ഔട്ടർ എഡ്ജ്. ഔട്ടർ എഡ്ജ് റേസ് ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആവുന്നുണ്ടാവും? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ സ്ട്രേറ്റ് ആയി ചോദിച്ചിരിക്കുകയാണ്. ഇനി അടുത്തെന്താണ്? Sketch the schematic diagram of a vehicle on a banked road with friction and mark the various forces. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ. Derive an expression for maximum safe speed of a vehicle on a banked road without friction. With friction. അറിയാലോ, നമ്മൾ അവസാനം ചെയ്ത ഡെറിവേഷൻ ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
2018, 2019, 20 എല്ലാ കൊല്ലം ചോദിക്കുന്നുണ്ട്. 21 ചോദിക്കും. എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഇസ് ഫയർഡ് ഫ്രം ഇറ്റ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെടി വെക്കുമ്പോൾ തോക്ക് പിറകോട്ട് വരും. ഇനി സ്റ്റേറ്റ്മെന്റ് വായിക്കാം. മൊമെന്റം ഓഫ് ദ ഗൺ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഷോട്ട്. ആ ബുള്ളറ്റിനേക്കാൾ മൊമെന്റം ഗണ്ണിന് ഉണ്ടാവോ? ഇല്ല. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. രണ്ടുപേരുടെ മൊമെന്റം എന്താണ്? ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. ബുള്ളറ്റിന്റെയും ഗണ്ണിന്റെയും മൊമെന്റം ഈക്വൽ ആയിരിക്കും, ഓൾസോ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. മൊമെന്റം അക്വയർഡ് ബൈ ദ ഗൺ ആൻഡ് ദ ഷോട്ട് ഹാവ് ദി സെയിം മാഗ്നിറ്റ്യൂഡ്. അത് ശരിയാണ്. ഗൺ ആൻഡ് ഷോട്ട് അക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. അതൊന്നും ശരിയല്ല. സെക്കൻഡ് വൺ മാത്രമാണ് ശരി. എ ഷെൽ ഓഫ് മാസ് 0.0250 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? അപ്പോൾ ഷോട്ട് പോകുന്നതിന്റെ, ബുള്ളറ്റ് പോകുന്നതിന്റെ സ്പീഡ് 80 meter per second ആണ്. മാസ് തന്നിട്ടുണ്ട്, റീകോയിൽ സ്പീഡ് ഓഫ് ഗണ്ണ്. ഈ തിയറിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. mv is equal to mu. രണ്ട് മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഗണ്ണിന്റെ മാസ് എടുക്കാം. ഗണ്ണിന്റെ മാസ് 100 into v is equal to മാസ് ഓഫ് ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ മാസ് ഇവിടെ എത്രയാ? 0.020 മൾട്ടിപ്ലൈഡ് ബൈ ബുള്ളറ്റിന്റെ സ്പീഡ് എത്രയാണ്? 80 meter per second. അപ്പോൾ v എന്ന് പറയുന്ന എന്ത് വരും? 0.020 into 80 divided by 100. ഓക്കെ, ഇതിൽ 80യും 100ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 കിട്ടും, ഇതിൽ 5 കിട്ടും. 20 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ആൻസർ ഇസ് ഈക്വൽ ടു 0.02 into 4 എന്ന് പറയുന്നത് 0.08 ഡിവൈഡഡ് ബൈ 5. ഇതാണ് ആൻസർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുക, ആൻസർ എഴുതുക. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ വെലോസിറ്റി. ഇതാണ് നമ്മുടെ ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി. മനസ്സിലായല്ലോ? സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക് റോഡ് ഷോൺ ഇൻ ദ ഫിഗർ. 2017 ചിത്രം തന്നു, 2018 ചിത്രം ഇല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതൊക്കെയാണ് ബോർഡ് എക്സാമിലെ ചോദ്യങ്ങളിൽ വരാവുന്ന വ്യത്യാസങ്ങൾ. ഇനി ഇഫ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദി ഹൊറിസോണ്ടൽ കോമ്പോണൻസ് ഓഫ് എൻ ആൻഡ് ഫ്രിക്ഷൻ അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ സേഫ് സ്പീഡ്. വീണ്ടും arrive at an expression for safe speed. 4 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്, കൃത്യമായി പഠിച്ചിരിക്കണം, മറക്കരുത്. ദി ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ ഓൺ ഇറ്റ്സ് ടയർ ഇസ് ഗിവൺ ബൈ. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഒപ്റ്റിമം സ്പീഡ് എത്രയാണ്? √RG tan θ ആണ്. ഫ്രിക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റുന്ന സ്പീഡ്, ഫ്രിക്ഷന്റെ ആവശ്യമില്ലാതെ പോകാൻ പറ്റുന്ന സ്പീഡ്, അതാണ് √RG tan θ. A person drives a car along a circular track. Derive an expression for മാക്സിമം സേഫ് സ്പീഡ് ഓഫ് ദ കാർ. ഇത് ബാങ്കിങ് ഇല്ല, ലെവൽ ഗ്രൗണ്ടിലാണ്. ലെവൽ ഗ്രൗണ്ടിലെ സേഫ് സ്പീഡിന്റെ ഡെറിവേഷൻ പഠിച്ചോളാം. ഇനി ഞാൻ ചെയ്യില്ല. വൈ ഡു വി ഗിവ് ബാങ്കിങ് ടു കർവ്ഡ് റോഡ്സ്? എന്തിനാണ് ബാങ്കിങ് കൊടുക്കേണ്ട ആവശ്യം? ബാങ്കിങ് എന്തിനാണ് കൊണ്ടുവരേണ്ട ആവശ്യം? അപ്പൊ ബാങ്കിങ് എന്തിനാ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെവൽ ഗ്രൗണ്ടിലെ സർക്കുലർ ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രിക്ഷനെ മാത്രമാണ്. ഫ്രിക്ഷൻ മാത്രമാണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ടു ഡിക്രീസ് ദി ഡിപ്പെൻഡൻസ് ഓഫ് friction for centripetal force, so we introduce banking to curved roads to decrease the dependence of friction for centripetal force. In banked roads എന്ത് കൂടെ ഉണ്ടാവും? നോർമൽ റിയാക്ഷൻ, horizontal component of normal reaction will also contribute to centripetal force. Okay, banked road എന്ത് കൂടെ ഉണ്ടാവും? horizontal component of normal reaction will also contribute to centripetal force. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ മാത്രമല്ല നോർമൽ റിയാക്ഷന്റെ സഹായം കൂടെ കിട്ടും ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ചെരിച്ചു കഴിഞ്ഞാൽ. Next one, the graph given below shows variation of force with time for a body placed on a smooth horizontal surface. Using the given graph, state whether the following statements are true or false. Force acting on body along AB is constant. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. എ ബിക്ക് അലോങ് ആയിട്ട് നോക്കുക, നിങ്ങൾ എ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലേ? ചിത്രം കണ്ടാൽ ഒറ്റയടിക്ക് മനസ്സിലാകും അതെന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ബോഡി അലോങ് സി ഡി ഇസ് 0. അതും ശരിയാണ്. സി ഡിയിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. കാരണം അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നെക്സ്റ്റ് ബി, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നിങ്ങൾക്ക് തന്നെ ചെയ്യാം.
ഫൈൻഡ് ദ റീജിയൻ ഓൺ ദ ഗ്രാഫ് അറ്റ് വിച്ച് ദ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് മൊമെന്റം. അത് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഈ ഒരു ഗ്രാഫിൽ ഏത് റീജിയനിലാണ് കോൺസ്റ്റന്റ് മൊമെന്റത്തിൽ ബോഡി മൂവ് ചെയ്യുക? മൊമെന്റം കോൺസ്റ്റന്റ് ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് 0 ആയിട്ടുള്ള റീജിയൻ ഏതാ? CD. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ CD എന്ന് പറയുന്ന റീജിയനിലാണ് കോൺസ്റ്റന്റ് മൊമെന്റത്തിൽ പോവുക. ഡ്രോ എ മൊമെന്റം ടൈം ഗ്രാഫ് ഫോർ ദ ഗിവൺ ഗ്രാഫ്. മൊമെന്റം ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് 4ാമത്തെ ചോദ്യം. മൊമെന്റം ടൈം ഗ്രാഫ് എന്താണ് സംഭവിക്കുക? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ AB എന്ന് പറയുന്ന റീജിയനിൽ എന്തുണ്ട്? കോൺസ്റ്റന്റ് ഫോഴ്സ് ഉണ്ട്, അഥവാ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ ഗ്രാഫ് എങ്ങനെ വരിക? മാസ് ഒരു കോൺസ്റ്റന്റ് അല്ല, മാസിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി ഗ്രാഫ് എങ്ങനെ വരിക? മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചു. കോൺസ്റ്റന്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റിയുടെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എവിടെ മുതൽ എവിടെ വരെ? A മുതൽ B വരെ. ബിക്ക് ശേഷം എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് 0 ആണ്. അപ്പോൾ B വരെ എത്ര മൊമെന്റം കിട്ടിയോ ആ മൊമെന്റം പിന്നീട് അങ്ങോട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സോ അവസാനത്തെ ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. 1 മാർക്കും കൂടെ കിട്ടി. എല്ലാ മാർക്കും ആയി. 5 മാർക്ക്. സിമ്പിൾ അല്ലേ? ലോസ് ഓഫ് മോഷനിലെ ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് വിച്ച് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ 2 സർഫസസ് ഇൻ കോണ്ടാക്ട്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൽ എക്സ്പ്ലെയിൻ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അതായത് ഫ്രിക്ഷൻ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ അതേപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ എന്തായി? ആ ക്വസ്റ്റ്യന്റെ ആൻസറായി. ഫ്രിക്ഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നെസസറി ഈവിൽ ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസറായി. ഓക്കെ, എവിടെ പോയത് നമ്മുടെ ക്വസ്റ്റ്യൻ? യെസ്, വാട്ട് ഈസ് മെന്റ് ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ്? ഇത് റെപ്പിറ്റേഷൻ 2014 ഒരേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ. അപ്പൊ എന്ത് ചെയ്യാം? സാധാ ഡെറിവേഷൻ ചെയ്തിട്ട് μ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ μ എന്താണ്? 0 ആണ്. ആ μ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. വിത്തൗട്ട് ഫ്രിക്ഷൻ അതും അറിയാം. അപ്പൊ ആകെ 2 ഡെറിവേഷനും ഉണ്ട്, ഒരു 4 ചോദ്യം ഉണ്ട്. ഈ 4 ചോദ്യം ഇങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാം. വി ആർ ഫെമിലിയർ വിത്ത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അറിഞ്ഞൂടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി. ഓക്കെ, യൂസിംഗ് ദി അബവ് ലോ എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ? അത് നമ്മൾ പറഞ്ഞതാണ്. ഇമ്പൾസ് മൊമെന്റം, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. പിന്നെ നമുക്ക് സെക്കൻഡ് ലോ, ഫ്രം സെക്കൻഡ് ലോ വി നോ ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദെയർഫോർ ഇമ്പൾസ് എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന സിമ്പിൾ ആണ് ഉപയോഗിക്കുക. ഇമ്പൾസിന് ജെ എന്ന് പറയുന്ന സിമ്പിൾ. സോ ഫ്രം സെക്കൻഡ് ലോ വി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആൻഡ് F into delta T is equal to delta P. Therefore, impulse J is equal to delta P. Impulse J എന്ന് പറയുന്നത് എന്താണ്? delta P ആണ്. So, impulse is actually equal to change in momentum. അതാണ് impulse momentum principle. Law of conservation of linear momentum ഞാൻ ഇനി മൈൻഡ് ചെയ്യുന്നില്ല. A circular race track of 300 meters is banked at an angle 15 degree. The coefficient of friction between the wheels of a race car and the road is 0.2. Find the optimum speed to avoid wear and tear. Find the maximum speed. ഇത് 2014 അല്ലേ? കുറച്ചൊന്ന് ബാക്ക് അടിച്ച് നോക്കിയേ. ഈ ചോദ്യം നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടത്. അത് ഏത് ഇയറിലായിരുന്നു? ഇതേ ചോദ്യം തന്നെ നമ്മൾ കണ്ട്. എവിടെ പോയത്? യെസ്, പോരും. 2020 അതേ ചോദ്യം തന്നെ ചോദിച്ചു. ഒപ്റ്റിമം സ്പീഡ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മളോട് 2 സ്പീഡും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഒപ്റ്റിമം സ്പീഡ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത് വി ഒപ്റ്റിമം റൂട്ട് RG ടാൻ തീറ്റ ആണ്. ഇനി മാക്സിമം സ്പീഡ് എന്ന് പറയുന്നതാണ് റൂട്ട് RG ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. നമ്മൾ ഡിറൈവ് ചെയ്ത ആ ഇക്വേഷൻ തന്നെ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റേഡിയസിന്റെ വാല്യൂ, ജിന്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 0.2 ആണ്
coefficient of friction. Our maximum speed കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 300 ഇൻറ്റു 9.8. ഓക്കെ, ഇൻറ്റു അകത്തുള്ളത് എന്താ? 0.2 പ്ലസ് tan 15 ഡിഗ്രി divided by 1 minus 0.2 into tan 15 degree. അപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ കാണുന്ന പോലെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഒന്നും ആവില്ല ബോർഡ് എക്സാമിന് വരിക. കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ ആൻസർ ആയി. റെഡി അല്ലേ? ഒപ്റ്റിമം സ്പീഡ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോക്ക്, ആകെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യം. Next one. Again, circular track of radius 400 meter is kept with outer edge raised to make 5 degrees with the horizontal. അപ്പോൾ ബാങ്കിങ്ങിലെ ആംഗിൾ തീറ്റ ഈക്വൽ ടു 5 ഡിഗ്രി ആണ്. What do you call this type of construction of tracks? എന്താണ്? ബാങ്കിങ് ഓഫ് റോഡ്സ്. ഈ ടൈപ്പ് കൺസ്ട്രക്ഷന്റെ പേരാണെന്ത്? ബാങ്കിങ് ഓഫ് roads. Obtain an expression for maximum permissible speed considering the force of friction. അതറിയാം. കാൽക്കുലേറ്റ് ദി പെർമിസിബിൾ സ്പീഡ് ഓഫ് ദ കാർ ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് 0.2. അതെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്ത പോലെ തന്നെ mu is equal to root of rg into mu plus tan theta divided by 1 minus mu tan theta. 1 minus mu tan theta. ഇതാണ് മാക്സിമം സ്പീഡ്. mu is equal to അല്ല, v max, മാക്സിമം പെർമിസിബിൾ സ്പീഡ്. അപ്പൊ ഇതിൽ റേഡിയസ് 400 മീറ്റർ തന്നിട്ടുണ്ട്. ടാൻ തീറ്റക്ക് 5 ഡിഗ്രി കൊടുത്താൽ മതി. ജി 9.8 ആണ്. മ്യൂ എന്ന് പറയുന്നത് 0.2 ആണ്. ഈ ചെയ്ത പോലെ തന്നെ വാല്യൂസ് കൊടുത്താൽ നമ്മുടെ കാൽക്കുലേറ്റർ ഇട്ടാൽ ആൻസർ ആയി. റെഡി അല്ലേ? സോ ഇത് നിർബന്ധമാണ്. ഈ ഒരു ഡെറിവേഷൻ എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. എന്തായാലും ചോദിക്കും. ഔട്ടർ എഡ്ജ് ഓഫ് എ സർക്കുലർ ട്രാക്ക് ഓഫ് 200 മീറ്റർ ഇസ് റേസ്ഡ് ടു മേക്ക് an angle 15 ഡിഗ്രി. 150 അല്ല, 15 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. Which force provides the necessary centripetal force for a car taking circular track? സർക്കുലർ ട്രാക്കിൽ പോകുന്ന കാറുകൾക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഒബ്വിയസ്ലി ലെവൽ റോഡിലൊക്കെ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ലെവൽ റോഡല്ല, ഇവിടെ ബാങ്ക്ഡ് റോഡാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ഓൾസോ നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഏതൊക്കെയാണ് ആൻസേഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സും frictional force ഉണ്ട് plus normal reaction. Frictional force plus normal reaction. Next one. Name the process by which the outer side of a curved track is raised a little above the inner side. അതിന്റെ പേരെന്താ? ബാങ്കിങ്. അതിന്റെ പേരാണെന്ത്? ബാങ്കിങ്. Use the data provided in the case, determine the maximum permissible speed. Same question. ചെയ്ത അതേപോലത്തെ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വരികയാണ്. ഇത് 2013 ഇംപ്രൂവ്മെന്റ്, ഇത് 2013 മെയിൻ എക്സാം. ഒരേ ചോദ്യം തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ലോസ് ഓഫ് മോഷൻ ഈ വർഷം വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. According to Newton's law, the force depends on the rate of change of momentum. State whether the force is external or internal. External ആണ്. Okay, what happens to linear momentum when the force is absent? Linear momentum constant ആയിരിക്കും. Motion of a particle m is described by equal to ut plus half gt square. Find the force acting on this particle. Motion in a straight line ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? mg ആണ് ഫോഴ്സ്. ഓക്കെ, mg ആണ് ഫോഴ്സ്. Why is it more difficult to rotate a stone by trying it a longer string than a shorter string? അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. Why is it more difficult to rotate a stone by tying it to a longer string than a shorter string? ഒരു കയറിന്റെ അറ്റത്ത് കല്ല് വെച്ചിട്ട് കറക്കുന്നതിൽ നീളം കൂടിയ കയറാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, നീളം കുറഞ്ഞ കയറാണെങ്കിൽ എളുപ്പമാണ്. കാരണം എന്താ? കറക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. mv²/r. അല്ല, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് കറക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് അത് കറങ്ങുന്നത്. സോ ഇഫ് റേഡിയസ് ഇസ് മോർ, കയറിന്റെ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇഫ് റേഡിയസ് ഇസ് മോർ, എന്ത് കൂടുതൽ വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ഇഫ് റേഡിയസ് ഇസ് മോർ, ദെൻ മോർ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് റിക്വയർഡ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റൊട്ടേറ്റ് എ സ്റ്റോൺ ബൈ ടൈയിങ് ഇറ്റ് ടു എ ലോങ്ങർ സ്ട്രിങ്. നീളം കൂടിയ കയറാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, കാരണം കൂടുതൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കണം. ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ഈ ഫോഴ്സിന്റെ വാല്യൂ കൂടും. When a shot is fired from a gun, the gun is moved in the backward direction. State the principle, law of conservation of momentum. Prove the principle using Newton's second law. Easy ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? F is equal to delta P divided by delta T. So if F is equal to 0,
then delta P is equal to 0. അതാണ് law of conservation of momentum. Next one, banking of road helps to increase the centripetal force and thereby increases the limit of maximum speed of a vehicle with which it can take the curve. Sketch the schematic diagram വരക്കാൻ, give the expression ചെയ്യാൻ. ഓക്കെ, give ഡിറൈവ് ചെയ്യേണ്ട ഒരു മാർക്കിന്റെ ചോദ്യമാണ്, എക്സ്പ്രഷൻ എഴുതിയാൽ മാത്രം മതി. വിത്ത് ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, there are different types of forces in nature. We learned their effects and applications. Give the exact reason for the following. Why cannot a horse pull a cart in empty space? Why cannot a horse pull a cart in empty space? That actually Newton's third law ആണ്. Okay, every action has an equal and opposite reaction. Newton's third law ആണ്. Why are passengers thrown forward when a speeding bus stops suddenly? അത് Newton's first law ആണ്. അപ്പോൾ നമുക്കത് തൽക്കാലം ഇഗ്നോർ ചെയ്യാം, കാരണം നമ്മുടെ ബോർഡ് എക്സാമിന് അതിന്റെ ആവശ്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? സോ അത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും എളുപ്പമുള്ള സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് സെക്ഷൻസ് മാത്രം. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ച ഡെറിവേഷൻസും ഡെഫിനിഷൻസും എക്സാമ്പിൾസും മാത്രം മതി. ലോസ് ഓഫ് മോഷനിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഗുഡ് ബൈ.